വണ്ടി നിർത്ത് പപ്പ. നീ എന്താ ഇവിടെ നിക്കണേ? ഞാനിവരെ വീട് കാണിക്കാൻ കൊണ്ടുവന്നു. ആ മറിയാമ്മച്ചേടത്തിന് വീട് കൊടുക്കില്ല എന്നുള്ള പറഞ്ഞത്. ആ തള്ളേനെ ഞാനൊന്ന് കാണട്ടെ. നീ വരുന്നോടാ. 4 കാശ് ഉണ്ടാക്കണമെങ്കിൽ സീക്കാരെ കൂടെ കുടിക്കോ? ആലോചിക്കാം. തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ. എവിടെയാണ് നിന്റെ പുരുഷോത്തമൻ? മറിയാമ്മച്ചേടത്തിന്റെ വീട്ടിലേക്ക് ഇപ്പൊ പോയതുള്ളൂ. വണ്ടി വിട്ടോ. ആരാ ഇത്? സീക്കിയോ? നിന്നെ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോടാ. സമയം കിട്ടണ്ടേ മറിയാമ്മച്ചേടത്തി? നിന്നെ കുറിച്ച് ആരോ എന്തോ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, ഓർമ്മ വരുന്നില്ല. എന്നെ കുറിച്ചാവില്ല. ഇതും തുട്ടടാ. ഇതാ മറിയാമ്മച്ചേടത്തിക്ക് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. എനിക്കോ? ലഡു, ജിലേബി, പഴം, അലുവ. പ്രമേഹത്തിന് നല്ലതല്ലേ? ഈശോയെ. തിന്ന വേം പൊക്കോളും നല്ല. കണ്ട ഇനിയുണ്ട്. ആളുകൾ പറയുന്ന പോലെയൊന്നല്ല, നീ നല്ല സ്നേഹമുള്ളവന്. നിന്നെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞല്ലോ, ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. ഗൾഫിൽ നിന്ന് മക്കളുടെ കത്തും പണമൊക്കെ വരണില്ലേ? 3 അവന്മാരും കൂടി ഗൾഫിൽ പോയിട്ട് കിടക്കുക. പെണ്ണ് നോക്കണമെന്നും പറഞ്ഞ് ആഴ്ചയിൽ ഓരോ കത്തയക്ക. കെട്ടിച്ചാ പിന്നെ അവന്മാരെ ഭാര്യമാര് പറയണത് കേട്ട് നടക്കും. വിഷം വെച്ചാ മതി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടല്ലേ ഞാൻ അവരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാത്തത്. നല്ല രുചിയുണ്ടോ മോനെ? കെട്ടിയതല്ലേ? ഇപ്പൊ നിന്നെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ. ഓ, ഒരു ഓർമ്മപ്പേശകേ. മറിയാമ്മച്ചേടത്തിയുടെ ആ ഒഴിഞ്ഞു കിടക്കണ വീടില്ലേ, അത് നമുക്ക് 2 ആൾക്കും കൂടി വിറ്റാലോ? നല്ല വില ഞാൻ വാങ്ങിച്ചിട്ടോളാം. ആഹാ, അതാണ് നീ കൊള്ളപ്പം ലഡു ഉണ്ടേറ്റ് ഇറങ്ങിയേക്കുന്നതല്ലേ? അതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത്. ആ പുരുഷോത്തമൻ പിള്ള നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിറങ്ങിയതേ ഉള്ളൂ. നീയാണ് എന്റെ വീടും പറമ്പ് വിൽക്കാണ്ടെന്ന് പറഞ്ഞു നടക്കുന്നതല്ലേ? അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എന്റെ അമ്മായിമ്മേ, എല്ലാ പിള്ളേരും കൂടി ചായ എടുത്ത് കുടിച്ചോളി മക്കളെ. എല്ലാവർക്കും കൊടുക്ക. ചേട്ടാ, ഞാൻ കഴിച്ചോ? എടാ, നീ വലിച്ചു വാരി തിന്നണതൊക്കെ എങ്ങോട്ട് പോണടാ മെഴുവേലി തറ. ഈ തറയെന്ന് പറയുമ്പോ ചേട്ടനിക്ക് എന്താ ഇത്ര വില കൊടുത്തോ? ചേച്ചിക്ക് തറകളെ വലിയ ഇഷ്ടമല്ലേ? അതൊക്കെ ഇല്ലാതിരിക്കും. ചേട്ടത്തിയും ആ വിഭാഗത്തിൽപ്പെട്ടതാണല്ലോ. പുരുഷോത്തമ പിള്ളേ, എന്തോ കാര്യമൊക്കെ ശരി തന്നെ. വീട് ഞാൻ തന്നു കരുതി ഈ തറകളെല്ലാം കൂടി ഇവിടെ കിടന്ന് കളിക്കരുത്. 2 പേർക്ക് കൂടിയാണ് വീട് തന്നിരിക്കുന്നത്. വേറെ ഒരൊറ്റ എണ്ണം ഇതിനകത്ത് കേറി പോരുത്. പറഞ്ഞേക്കാം. അതത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഇതിനകത്ത് ജീവിക്കൂ. പിന്നെ ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. കാര്യമൊക്കെ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഈ പരിസരത്തെങ്ങാനും ഒരു പെണ്ണിന്റെ മണമെങ്ങാനും കേട്ടുപോയാൽ അയ്യോ, പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനോട് ഞങ്ങൾക്ക് ഭയങ്കര അലർജിയാ. മറിയാമ്മച്ചേടത്ത് ഒഴിച്ച്. ഏതായാലും താമസിക്കാൻ ഒരു വീടായല്ലോ. ഇന്ന് മുതൽ സജീവമായി രംഗത്തേക്ക് ഇറങ്ങാം. നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്ന വില കുറഞ്ഞ ഭൂമി തട്ടിയെടുക്കുക തപ്പിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അതിന് പപ്പൻ നിങ്ങളെ ഹെൽപ്പും. കൊറേ നേരമായി ചേരാൻ തുടങ്ങിയിട്ട്. എന്തിനാണാവോ എന്തോ റോഡിൽ ഹലോ, കുറെ നേരമായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ, പോയിട്ട് വരെ പണിയുണ്ട്. ആക്ച്വലി ആരെ കാണാനാണ് നമ്മളിവിടെ നിൽക്കുന്നത്? ഇവിടെ വന്നാ മതി, വരേണ്ട ആൾ ഇപ്പൊ എത്തും. അരുണ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് അച്ഛനോട് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചോളാം. അഡ്രസ് പറഞ്ഞു തരൂ. ശിവദാസ് മേനോൻ, TC 8/131, പേരൂർക്കട. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നേ? കോളേജിലാ. ഹായ്. ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല. ഹലോ, അപ്പേട്ടാ. ഏതാ ഈ പെമ്പിളര്? ഇപ്പൊ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ. കോളേജ് പഠിക്കുന്ന പെമ്പിളരൊന്നും അത്ര ശരിയല്ല. അതെ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. അത് കൊള്ളാം. അതെ, നിങ്ങൾ രാവിലെ ഇവിടെ? അത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കും. ഓ, അത് കൊള്ളാം. എനിക്കിടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാമല്ലോ. എന്തിനാ? വന്നെന്താ? അയ്യോ, ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റാ. ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക. എന്താ ബിസിനസ്? റിയൽ എസ്റ്റേറ്റ്. ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ്. അത് കൊള്ളാം. ഭാഗ്യമുണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം. കാര്യം വലിയ കാശുകാരൊക്കെ ആകുമ്പോ സുന്ദരിയെ മറക്കല്ലേ? സുന്ദരീനെ അങ്ങനെ മറക്കാൻ പറ്റോ? അയ്യോ, എനിക്ക് പോകുന്ന ബസ് വന്നേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
എന്നാ പിന്നെ നമ്മൾ പോവല്ലേ? പോകാനാ? ആ. എവിടെ പോകാൻ? ഇങ്ങനെ ആക്ച്വലി ആരെ കാണാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി കുറച്ചു നേരം നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എപ്പുറത്ത്? അടുത്ത ബസ് സ്റ്റാൻഡില്. എന്നാ ഞാൻ അപ്പുറത്തേണ്ടി. എന്തോന്ന് അർദ്ധരാത്രി പ്രേതോ? എവിടെ? എന്തോന്ന്? വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി എന്നെ കഴുത്തി പിടിച്ചേക്കിടാ. വഴുത്ത് പിടിച്ച് ഞെക്കി ഉറങ്ങാൻ നോക്കണം. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ രാത്രി വന്നിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഉറങ്ങി വന്നായിരുന്നു. അത് പറഞ്ഞു. மன்மதலீலையே என்றால் முருக, மன்மதலீலையே என்றால் முருக, மன்மதலீ ദോശ അറിയും, ദോശ എവിടെയുണ്ടവിടെയുണ്ടറിയും. വേണോ? നിനക്കെന്താടാ കോച്ചുവാദം പിടിച്ച? അത് ദോശ എക്സസൈസാ. അതും തുട്ടട ദോശ എക്സസൈസ്. അതൊന്നും അറിയാൻ പറ്റാർക്ക് അറിയില്ല. ഓ, ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ്. ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു. പത്രം വായിച്ചില്ലേ? ഏത് പത്രത്തെ? എനിക്കൊന്ന് പഠിക്കണമെന്നുണ്ട്. അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ. ആഹാ, ദോശക്ക് നല്ല മണം. അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ? ഈ ചട്നി അങ്ങോട്ട് വയ്ക്ക്. അല്ല ചട്നിയാ? അല്ല, കിഡ്നി. അല്ല, മറിയമ്മ ചേർത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു മക്കളെ. അതെയാ? ആ, ഞങ്ങൾ ഇപ്പൊ ഇത്തിരി ബിസിയാ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഛെ, കേട്ടോ? കൈയെടുക്കടാ. ചേർത്തി, പറ. ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ചേർത്തി, ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ. ആ. ഇതിങ്ങെടുത്ത് മാറ്റി. ആഹാ, നല്ല ചൂടുള്ള ദോശ. നല്ല ദോശ. ഉം. കൊള്ളാലോ പിള്ളേര്. മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ. അല്ല, ഒന്നാം തരം ദോശയും ചട്നി. ആ, സമ്മതിച്ചിരിക്കണം. വീണ്ടും എടുക്കാം പിള്ളേര്. ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം. മറിച്ചേട്ടി കുറച്ച് ജോലി തിരക്കുണ്ട്. വരട്ടെ. ആ. മുസ്തഫ മുസ്തഫ നാളെ ഇതേ നേരത്തെ ഇങ്ങോട്ട് വന്നോട്ടാ. ഒന്നും മിണ്ടണ്ട. സ്ത്രീ പീഡനത്തിന് ജയിലിലാവും. ആ മാത്രം മനസ്സിലാക്കി. പുരുഷവണ്ണ, ആ. ഇതെന്താണെന്നറിയാമോ? ഇതെന്താ? പുതിയ പാന്റും ഷർട്ടും. അല്ല, ഇന്നാളത്തെ പോലെ എവിടെന്തെങ്കിലും വാടക എടുത്തോണമെന്നാണോ? ഇത് ഇവിടുത്തെ റെഡിമെയ്ഡ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ചീപ്പ് റേറ്റിന് അടിച്ചെടുത്തതാ. അത് ശരി. ഞാൻ പാന്റും ഷർട്ട് ഇട്ടുകൊണ്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കാണാൻ നിനക്ക് വലിയ ഇഷ്ടമാ അല്ലേ? അണ്ണന്റെ ഗ്ലാമറിലല്ലേ ഞാൻ ഷൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ വേണ്ടേ? പിഞ്ചു ബാലികയെ ബലാത്സംഗം ചെയ്ത കേസിൽ 65-കാരൻ അറസ്റ്റിൽ. നഗരത്തിൽ പട്ടാപകൽ മോഷണം. 4 യുവാക്കളെ പോലീസ് തിരയുന്നു. എന്താ രാവിലെ എന്നെ പത്രം ഓസിന് കൈ കിട്ടി കഴിഞ്ഞാൽ എല്ലാം വായിച്ച് കേൾപ്പിക്കണമെന്നുണ്ടോ? മനുഷ്യനെ പേടിപ്പിക്കാൻ. ആ, വരണം പോലെ വരെ ഇരിക്കണം. ഇന്ദിരാനഗറിലുള്ള നമ്മുടെ ബാങ്ക് മാനേജർ RC കൈമളുടെ വീട് വിൽക്കാനിട്ടിരിക്കുക. നമുക്കത് ഇപ്പൊ തന്നെ പോയി നോക്കണം. ഞാൻ ഈ പാന്റ് ഷർട്ടൊക്കെ ഒന്ന് ഇട്ടേച്ച് വരാം. ആ, വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്. നമസ്കാരം. ഇത് RC കൈമളുടെ വീടല്ലേ? ഏത് RC കൈമൾ? സ്റ്റേറ്റ് ബാങ്കിലെ മാനേജര്. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. വെളുത്ത് നല്ല നീളം കൂടിയിട്ട് ഹൈറ്റ് കുറഞ്ഞ് മീശൊക്കെ ആള് തെറ്റിയതാവും. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ? ഒരാൾ RC കൈമൾ ചോദിക്കുന്നു, വേറെ ആള് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്നു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീട് മാറി കാണുമെന്ന്. കഷ്ടം നോക്ക്. എന്തുവാ ചേട്ടാ ഇത്? പിന്നെ കാണാം. കൈമളേട്ടാ, ആരാ? എന്താ വേണ്ടത്? ഇത് വീട് മാറിപ്പോയി തോന്നുന്നു. ഇത് കൈമൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഞാൻ ഈ വഴിക്ക് വന്നിട്ട് കുറെ കാലമായിടാ. ആണോ? നമുക്കൊരു കാര്യം ചെയ്യാം.
വാ 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 വാ. വീട് ഇവിടെ തന്നെയായിരുന്നു, പക്ഷേ ഇത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചോ എന്നൊരു സംശയമുണ്ട്. അപ്പുറത്തെങ്ങാനും ഉണ്ടോ? പോകാൻ വരട്ടെ, ഇനി ഒരു തീരുമാനമായിട്ട് പോവാം. യഥാർത്ഥത്തിൽ RC കൈമളന്ന ഒരാളുണ്ടാ? ഉണ്ട്. എവിടെ ഉണ്ട്? ഭയങ്കര കോൾഡ് അടവേ, കുറച്ച് മരുന്ന് കുടിക്കുന്നത് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. താൻ കുറെ നേരമായില്ലേ ശനിയാഴ്ച ധർമ്മക്കാര് പിച്ചയ്ക്ക് ഇറങ്ങിയ പോലെ. ഇനി ഒന്നിന്റെ കൂടെ പോരായേ ഉള്ളൂ. അമ്മാ, ഇവിടെ ആരുമില്ല. ഞങ്ങൾക്ക് ആരും വേണ്ട. പോണ്. അല്ല, ആരെ അന്വേഷിക്കുന്നത്? ഈ RC കൈമള്. ഏത് RC കൈമള്? സ്റ്റേറ്റ് ബാങ്കിലെ മാനേജർ. നമ്മുടെ നിങ്ങൾ? ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. റിയൽ സത്യം അതാണ്. പത്രത്തിൽ വായിച്ചില്ലേ 4 പാൽക്കള്ളന്മാരെ കുറിച്ച്? അതേ ഉമ്മാരാണ് വിടരുത്. പാനും ഷർട്ട് എന്റെ വീട്ടിൽ കളവ് പോയതാ. അല്ല, ഞാൻ ഊരടാ, ഊരടോ. നിർത്തണം നിർത്തണം കേട്ടാ. ചേട്ടൊരു കാര്യം ചെയ്യും, ഇതൊക്കെ ഊരി കൊടുത്തിട്ട് ഇവരുടെ കൂടെ പറ്റോ? ഈ നിരപരാധിക്കുന്ന വഴിമാറി തരും. ട്രൗസറും ഷർട്ടൊക്കെ ഊരി കൊടുത്തിട്ട് സാവകാശം വന്നാ മതി. വഴി തരൂ. പോവാ. ഊരടാ. ഊരാം. ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ലോ. ഷർട്ട് ഊരുന്നതിന് എന്താ പ്രശ്നം? എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. പിടിച്ചോ. പാനൂരാം. അല്ല, പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടേ ഞാൻ ഈ മതിലിന്റെ ആ സൈഡിലേക്ക് മാറി നിന്നു. നമ്മൾ കാണുന്നില്ലേ അതൊക്കെ? ഭാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഈ പപ്പന്റെയും പുരുഷന്റെയും പുറകെ നമ്മൾ ആയുസ് പാഴാവും. ഏതായാലും ഇറങ്ങി തിരിച്ചു. നമുക്ക് ആ സീക്കൻ ഒന്ന് കണ്ടല്ലോ. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? അയാളല്ലേ പാറക്കാരന്റെ മാസ്റ്റർ ബ്രെയിൻ. അതല്ലേ കുഴപ്പം. അയാൾ പാറയക്കാരന്റെ സ്വന്തം ആളാ. വേറൊരാൾക്കും വേണ്ടി അയാളുടെ ബ്രെയിൻ തരുമെന്ന് തോന്നണില്ല. എടാ, അയാൾക്ക് ചിക്കനും വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അയാള് ബ്രെയിൻ അല്ല ലിവർ വരെ തരും. ഇവരുടെ കൂടെ നടന്ന് അടി കൊള്ളുന്നതിലും ഏതാ. ശരി, എന്തായാലും അതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ചേട്ടനെ ഞങ്ങൾ മനസ്സിലായോ? പൂവല്ലോ. എന്നാ പൂവല്ലേ? പൂവാലോ. അനിയന്മാര് കുടിക്കണില്ലേ? അയ്യോ, ഞങ്ങള് മദ്യപിക്കാറില്ല. ഒരു സ്വല്പം കുടിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാ. ആരെങ്കിലും എനിക്കൊരു കമ്പനി തരൂ പ്ലീസ്. കമ്പനി തരൂ. ഒരു കമ്പനി കൊടുക്കടാ. എന്നാ കമ്പനി തരാം. അതിനകത്ത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനകത്ത് പോവാ. ഇതിൽ സോഡ ഒഴിക്കണ്ടേ? ഇതൊന്നും ശീലല്ലേ? ശരി, അപ്പോ ഒരു ഫുള്ളും കൂടി ആവാല്ലേ? ആവാം. ഒരു കമ്പനി കൊടുക്കടാ. ജയ്സാ, ഒരു ഫുള്ളും കൈ ഒഴിവുള്ളപ്പോ ചിക്കനും പോന്നു. ചിക്കനും വരട്ടെ. അപ്പൊ കമ്പനി വേണ്ടേ? വേണ്ട കമ്പനി നീ നിന്റെ വീട്ടില്. നമ്മുടെ കാര്യം പറ. പിന്നെ ചേട്ടാ, കയ്യക്കട. ആരാണ് നിന്റെ ചേട്ടൻ? എണീക്കട. ആരാണ് നിങ്ങളോട് അടുത്തിരിക്കാൻ പറഞ്ഞത്? ചേട്ടൻ നിങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ചേട്ടനല്ലേ അവിടെ ഞങ്ങൾ അറിയാന്ന് പറഞ്ഞത്? അറിയാന്ന് പറയേ. നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരുമിച്ച? അതെ, ഈ ചിക്കനും റമ്മോ ഒക്കെ വാങ്ങിച്ചെന്ന് ഞങ്ങൾ. എനിക്ക് ചിക്കനും റമ്മും മേടിച്ചാലും നിങ്ങൾ ആരാ? റിയൽ എസ്റ്റേറ്റിൽ കാല് വെക്കുന്ന 2 യുവാക്കളാണ് ഞങ്ങൾ. ചിക്കനും റമ്മും വാങ്ങി തന്ന ചേട്ടൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, സഹായിക്കണം ചേട്ടൻ. അത് ശരി, സഹായിക്കാലോ. ചേട്ടൻ ഞങ്ങളെ സഹായിക്കൂലേ? നീ കാലുകുത്തിയാ? കാലുകുത്താൻ പോകുന്നേ ഉള്ളൂ. എന്നാ വാ വാ. ഓ, അപ്പൊ എന്താ പറഞ്ഞത്? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെച്ചിരിക്കുന്നു. അതെ. ഞാൻ എന്തായാലും കാല് വെക്കണില്ല, കൈ വെക്കാം. കള്ള പിള്ളേര്. ഈ പന്നി എന്തിനാ നമ്മളെ തല്ലിയത്? എത്ര രൂപ വേണം? 20 രൂപ. ചാർജ് കുറച്ചാ ഇപ്പൊ. ഇത് കുറവാ. എവിടെ? ഓക്കെ, ഗുഡ് ഒന്ന് വേഗം മാറാ. വേഗം വന്ന് ചവിട്ടി തന്നെ. ലൈറ്റൊക്കെ ഉണ്ടാ? ഓർക്കട്ടില്ലേ ഇന്ന്? അനന്താപ്രേതം. പ്രേതോ?
കള്ളുപിടിച്ചപ്പോ നിനക്ക് മെന്റിലായ തുടങ്ങടാ. സത്യമായിട്ട് ഞാൻ കണ്ടതാ. ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. പോയി കിടന്നു നിനക്ക് വിശ്വാസമായില്ലേ? ഞാൻ കാണിച്ചു തരാം. നീ വന്നേ. കൈവിട കൈവിട. നീ അവിടെ എന്തോന്ന് ദേ. ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഇവിടെ ഓടാ. എന്തായിരുന്നു? ദേ ഒരു അമ്മേ. അയ്യോ. എടാ. വേണ്ട. വേണ്ട. വേണ്ടടാ. കടിച്ചു തെങ്ങ്. കൈ വേദനിച്ചോ? ആരാ നീ? കണ്ടാലറിഞ്ഞൂടെ പ്രേതാ. കൂട്ടുകാരുടെ ഒരു പേടിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രേതവും പിശാചൊന്നും അല്ല. അത് മനസ്സിലായി. നീ ആരാ? എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ വാതിലെല്ലാം അടച്ചിടണം. നീ വാതിലടച്ചില്ലായിരുന്നോ? ഞാൻ അടച്ചതാണല്ലോ. അപ്പൊ അടച്ചണ്ടായില്ലേ? അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ഓ, സമ്മതിച്ചു. വന്ന വഴി തന്നെ വിട്ടോ. ഇതേ ഞങ്ങൾ 2 ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്ന വീടാ. പാതിരാത്രിയിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇറക്കി വിടാൻ മനസാക്ഷിയുള്ള 2 ചെറുപ്പക്കാർക്ക് കഴിയോ? കഴിയും. എവിടെന്നോ കയറി വന്ന ഏതോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള വലിയ മനസാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? വിട്ടോ. വാ. എന്താ? പ്ലീസ്. ചെല്ല്. അവള് പാവടാ. പാവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. നീ കൂടെ ഇറങ്ങി ചെല്ല്. കൂടുതൽ സെന്റിമെന്റ്സ് ആവല്ലേ? ഊരും പേരും അറിഞ്ഞാത്തൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നല്ല സ്റ്റൈലൻ പെൺകുട്ടിയായിരുന്നു. ഒന്ന് ഇട്ടു കണ്ടു മതിയാവുന്നതിന് മുമ്പ് അവൻ ഇറക്കി വിട്ടു. ദുഷ്ടൻ. ഇത്രയ്ക്കൊരു പെങ്കോന്തനായി പോയടാ നീ അപ്പക്കൂട്ട. എന്തായാലും നീ ചെയ്ത് ശരിയായില്ല. ഓ ഡേ പോ, പോയി കിടന്നുറങ്ങ്. പോ. കൈ വീട്. ഞാൻ പോയി. കരഞ്ഞും പോയി. നീ അതൊക്കെ തട്ടിയടിച്ച് വിടാൻ ഒരു മെഴുകി എടുത്ത് വെച്ചിട്ടാ. എവിടെ നീ വെച്ചാണ് മെഴുകുന്നത് ഈ പെട്ടിയും? മെഴുകി ഞാൻ എന്റെ പോക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. കിട്ടി. ഇയാൾ എങ്ങനെ വീണ്ടും ഇതിനകത്ത് കയറിയത്? ആദ്യം കയറി വന്ന അതേ വഴിയിലൂടെ തന്നെ. നിങ്ങൾ ആ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. നീ പിന്നെ ആ വാതിൽ അടച്ചില്ലേ? അടച്ചില്ലേ? ഇനി ആരും വരില്ല. ഞാൻ ആ വാതിൽ അടച്ചു. പ്ലീസ്, ഈ രാത്രി എന്നെ ഇറക്കി വിടരുതേ. പാവാടാ. പോവാടേ. നേരം വിളിക്കുന്നതിന് പോടുന്ന വിട്ടോളണം. ഞാൻ സോൾവ് ചെയ്തോളാം. പോട്ടെ, രാവിലെ കാണാം. പവർ കട്ട് കഴിഞ്ഞ്. പാവ ഉറങ്ങാ. ഒരു പുതപ്പ് കൊടുത്താലോ? കൊടുക്കല്ലോ. വാ, നിന്നെ ഞാൻ പുതപ്പിച്ചു തരാം. നടക്ക്. അനന്താ, ഇന്നലെ രാത്രി വന്ന ആ പ്രേതം അല്ല ആ ആരോ? പെണ്ണ് പോയോടാ? ഏത് വന്ന്? ഡാ, അവള് പോയില്ലേ? ആവോ? വാ. പോയാ? ഹോ, എന്തായാലും വലിയൊരു അപകടം ഒഴിവായി കിട്ടി. അവള് പോയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ. അവളിത് എവിടെ പോയി കാണും? എന്ത്? നമ്മളിന്ന് എവിടെ പോയി തപ്പും? പോയി തപ്പിട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ ഇയാളിതുവരെ പോയില്ലേ? രാവിലെ പോകാൻ ഒരുങ്ങിയതാ. പിന്നെന്താ പോയിരുന്നത്? നിങ്ങളപ്പോ നല്ല ഉറക്കത്തിലായിരുന്നു. പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എണീക്കാൻ താമസിച്ചപ്പോ ഞാൻ ചായ ഉണ്ടാക്കി. ചായ തണുക്കും. ചായ നന്നായിട്ടാ, കുടിച്ചോ. ചായ
ആരോട് ചോദിച്ചിട്ടാ ഈ ഷർട്ട് മുണ്ട് കൊടുത്തിട്ട് ഡാല്ലടാ ഡി ഞാൻ പെണ്ണല്ലടാ. പോടാ. എന്റെ ഡ്രസ്സ് മുഷിഞ്ഞതുകൊണ്ട് ഞാനൊന്ന് അലക്കിയിട്ടതാ. ആരാത്? അതാ മറിയാമ്മ ചേർത്തിയായിരിക്കും. ചെന്നപ്പനെ പറയാൻ വേണ്ട, ഇതിനെ എവിടെയും കൊണ്ട് ഒളിപ്പിക്കും. ഗുഡ് മോർണിംഗ്. എന്താടാ പിള്ളേരെ പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ്? അത് ഞങ്ങൾക്ക് ഭയങ്കര അതെ. ഹാപ്പിയാ. ഞാനാണെങ്കിൽ അടുക്കളയിലേക്ക് പോകണമെന്നില്ല, അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുതി, ഏ? അതെ, ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ് എന്തു പ്രശ്നം? അല്ല, മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. എന്തേ? ചേട്ടത്തി, ഈ വീട്ടിലെ മുമ്പൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. ഞാൻ ഇന്നലെ കണ്ടതാ, ഒരുമാതിരി ആശുപത്രിയിൽ നഴ്സിന്റെ പോലെ ഡ്രസ് ഇട്ട് ഒരു പെണ്ണ് ജനാലിന്റെ അവിടെ ഇരിക്കുന്നത്. അതെ ചേട്ടത്തി, ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടോ എന്നൊരു സംശയം. എഫക്സോട് ചേട്ടത്തി, അർദ്ധരാത്രിയാവുമ്പോ ഈ ചിലങ്കകളുടെ ശബ്ദം ചിൽ ചില്ലെന്ന് എഫക്സോട് ഉറക്കമാരുടെ അതൊക്കെ നിങ്ങൾ പോന്ന പിള്ളേരെ വിടന്നെ. രാത്രിയോടുകൂടി തീവ്രമായ ശബ്ദങ്ങളും പേടിയാവുള്ളൂ. പോ പോ. അവിടെ വീണ്ടും പോയാ? വീട് പറയണ്ടേ? നീ കാരണം മനുഷ്യരോട് ജീവിക്കാൻ വേണ്ടായി. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ തന്നെ ഇറങ്ങി പൊയ്ക്കോളാം എവിടെയെങ്കിലും നീ. ഞാൻ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. അതെന്തായാലും ശരിയാവില്ല. എന്ത്? ഇപ്പൊ പുറത്തിറങ്ങി നാട്ടുകാർ കാണും. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇന്ന് ഇവിടെ നിക്കട്ടെ, നാളെ തന്നെ പറഞ്ഞുവിടാന്നേ. എന്ത് പണ്ടാളുകൾ ചെയ്യും? എന്റെ ഇഷ്ടം പോലെ ചെയ്യും. പേര് പറഞ്ഞില്ല. മായ. ബ്യൂട്ടിഫുൾ നൈറ്റ്. എനിക്കിഷ്ടായി. എന്തോ ഇവിടെ വാടാ. ദേ വരുന്നുടാ. പോട്ടെ. അതെന്താ? എന്താടാ? വന്നേ. ഇനിയിപ്പോ അടുത്ത ഒരു ശേഖരണമാവോ? വാ. അല്ലെങ്കിൽ തുറക്ക്. വാതിലടച്ചിട്ട് രണ്ട് മുതലാളിമാരും കൂടി ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്നെനിക്കറിയാം. ചേട്ടൻ വിചാരിക്കുന്നല്ലോ ഒരു പ്രശ്നവും പിന്നെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നു അല്ലേ? അതെ. ഒന്ന് മാറിയെന്ന് പോട്ടെ. എന്നെ വിട്, എന്നെ ഒന്ന് വിട്. ഒന്ന് തൽക്കാലം വിട്. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അവിടെ ഇരുന്ന് സംസാരിക്കണം വല്ല കാര്യമുണ്ടോ? പിടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ വല്ല നമുക്ക് അവിടെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ വല്ല കള്ളപ്പുള്ളി വെച്ചാണോ? അതെ. എന്നെ വിടറോ? എനിക്കൊന്ന് 3 വേണമെന്നേ. 3 അല്ല 2. അത് കള. ഇയാളെ എപ്പ നോക്കിയാലും അത് കള അത് കളാന്ന് പറയണില്ല. അതാ കളയണ്ടേ? നിനക്ക് സൗകര്യമുള്ളത് കള. എനിക്ക് അത് ശരി, അത് കളയാനാണല്ലേ. വിശാലമായ മുറി. ചേട്ടന്മാർക്ക് ഇവിടെ നല്ല സുഖാണല്ലേ? അത്ര വലിയ സുഖമൊന്നും വേണമെങ്കിൽ ഞാനും കൂടെ താമസിക്കാം. ഉള്ള കൂട്ടിന് പതിക. ഈ മുറി അടച്ചിട്ടിരിക്കുക? അല്ല, മുറി പൂട്ടിയിട്ടിരിക്കുക. ഇത് കാലിയാ? ഇത് മുറിയാ. ഞാൻ വിചാരിച്ചു റൂമായിരിക്കും. ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും കൂടെ ഇവിടെ താമസിക്കാമായിരുന്നു. പക്ഷെ ഇത് കിട്ടൂലല്ലോ. അതെന്താ? അതിന് കാര്യമുണ്ട്. വാ പറഞ്ഞു. ചെല്ല്, പറഞ്ഞു കേട്ടോ. ചെല്ല് ചെല്ല്. അത് പൂട്ടിടണ. അവിടെ ഇരുന്നോ, ഞങ്ങൾ പോരാട്ടോ. ഓഹോ, എന്തൊരാശ്വാസം ഞങ്ങൾക്കും. നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിയാൻ പോകുന്ന പിള്ളേരെ, നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു വസ്തു ചുളുവലയിൽ ശരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. അല്ലെങ്കിൽ ആ പാറക്കാരന്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോകും. അത്തുകളാ. ഒരാഴ്ചക്കകം നല്ല വിലയ്ക്കത് മറച്ചു വിൽക്കാം. അതിനും ഈ പുരുഷൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോക്കിയിരിക്കാതെ വേഗം ഒന്ന് റെഡിയാവാൻ നോക്ക്. അല്ലേ പാപ്പാ? അപ്പോ ഞങ്ങള് വെളിയിലോട്ടൊന്ന് പോവാ അല്ലേ? ഞങ്ങള് വരാൻ കുറച്ച് ലേറ്റ് ആകും. ജനലുകളെല്ലാം അടച്ചല്ലേ? ആ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് അടച്ചോളണം. ജനലും വാതിലെല്ലാം ഭദ്രമായി പൂട്ടി കഴിഞ്ഞല്ലേ? ഇനി ആരും വരില്ല അല്ലേ? എന്നാ വാ. ഞങ്ങൾ വരാൻ അല്പം വൈകിട്ടോ. നിങ്ങൾ വിളിച്ചു പോകുന്ന കേട്ടാ. സാധാരണ വീട് പൂട്ടാറില്ലാന്ന് തോന്നുന്നു. പൂട്ടാറൊക്കെ ഉണ്ട്, അതറിയാം. പക്ഷെ ഇന്ന് പുരുഷേട്ടൻ വന്ന ദിവസമായതുകൊണ്ടാ. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ശരി. എന്നാ വാ 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 പോവാം. എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അതാ കണ്ടോ, നല്ല 1.5 ഏക്കർ റബ്ബർ തോട്ടവാ. മിൽമയേക്കാൾ പാല് കിട്ടും. മകളുടെ കല്യാണത്തിന് കാശില്ലാത്തതുകൊണ്ടാ തന്നപ്പടി ഈ വിലക്ക് തരാന്ന് പറഞ്ഞത്. ആഹാ, നല്ല ഐശ്വര്യമുള്ള വീടാ നമ്മുടെ മറിയാമ്മച്ചേടത്തിയുടെ.
വന്ന് താമസമാക്കിയപ്പോഴേ ചാൻസ് കിട്ടി തുടങ്ങി. ശരിക്കും ഇന്നലെയും കിട്ടി. ആഹാ, അത് സാരമില്ല. തഴച്ചു വളർന്ന് കൊലച്ചു മറിഞ്ഞിരിക്കുകയല്ലേ. ആ. 13 കോടി രൂപയുടെ യൂറിയ കുംഭകോണം അല്ലേ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത്. അതെ. അപ്പോഴേ മഴുവേലി, ഈ പുളിച്ച രാഷ്ട്രീയവും ബലാത്സംഗവും ഒക്കെ ആയി തെണ്ടി നടക്കാതെ ഈ വസ്തു മറച്ചു വെക്കാൻ ഒരു പാർട്ടി ഉണ്ടാക്കി രക്ഷപ്പെട്ടു. അടുത്ത ആഴ്ച പൂത്ത പണവുമായിട്ട് ആ. ജസൈ ജാഫർ ഖാന്റെ 2 സുഹൃത്തുക്കൾ വരണം. ദാവൂദിന്റെ ബിനാമികളാ. ഞാനൊരു പിടിപിടിച്ച് നോക്കാം. എന്നാ ഒന്ന് പിടിച്ചു നോക്ക്. കുറെ ഏമാമാരുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന വസ്തുവിന്റെ പിന്നാലെ വായി നോക്കി നടക്കാൻ. വായി നോക്കി നടക്കണത് നീയടാ. എങ്ങാണ്ടെന്ന് വന്ന 2 പീറ പിള്ളേരെ കണ്ട് നീ ഒന്നും ഞെളിയണ്ട. എനിക്ക് ചായ വാങ്ങിച്ചരാൻ നിന്നിരുന്ന അവന്റെയൊക്കെ പിന്നാലെ തലേ ചോദിച്ചു നടക്കുന്ന നിനക്കൊന്നും എന്നോട് സംസാരിക്കാനുള്ള യോഗ്യതയില്ലടാ. വിൽസൺ പാറയക്കാരനെ ആർക്കും ചായ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എടാ നന്ദി കേട്ടവനെ. ഗസ്റ്റ് ഹൗസിൽ മന്ത്രി വേസ്റ്റ് ചെയ്യുവാ. യാത് മന്ത്രി? വണ്ടി കയറാ. നമ്മുടെ മന്ത്രി. വാ പോകാം. പാറ പാറ അല്ല ഇവിടെ പാറ. പോടാ, പാറ വന്ന് കേരള പാറ പാര അത് വിചാരിച്ചില്ല. വയ്ക്കോ വയ്ക്കോ. അങ്ങോട്ട് നീങ്ങിയിരിക്കും. ആരാടോ ഈ പുതുമുഖങ്ങള്? ഇവന്മാരെ നമുക്ക് ഭീഷണിയാവോ? ഇവന്മാരുടെ കാര്യം എനിക്ക് വിട്, ഞാൻ ഡീൽ ചെയ്തോളാം. ആ ബോർഡ് ഇങ്ങനെ എടുക്കടാ. ആ ബോർഡ് എടുത്ത് ഇങ്ങോട്ട് തൂക്കടാ. ഇവിടെ അവിടെ വെക്കേ. റൈറ്റ് ഫോർ ടെലിഫോൺ എക്സ്ചേഞ്ച്. എങ്ങനെയുണ്ട്? ഐഡിയ. എന്താ വൈകിയത്? ഇന്ന് ഞങ്ങള് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ദിവസമല്ലേ, അതുകൊണ്ട് തിരക്കിലായിരുന്നു. ഞാൻ കാത്തിരിക്കായിരുന്നു. ഇവിടെ ആരും ആർക്കും വേണ്ടിയും കാത്തിരിക്കണ്ട. ഇയാള് വല്ലതും കഴിച്ചോ? കഴിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചേക്കല്ലേ. ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയിട്ടുണ്ട്, പിടിക്ക്. അങ്ങോട്ട് പറ. ഇവിടെ ആരും ഭക്ഷണം കഴിക്കാതിരിക്കണ്ട, കൊണ്ടുപോയി കഴിക്ക്. ആ. കൊണ്ടുപോയി കഴിക്കാൻ. ചിക്കൻ ബിരിയാണിയാ. എന്തിനാ കരയണേ? വല്ലാതെ വിശന്നുണ്ടാവല്ലേ? നിനക്കെന്താ അവിടെ പണി? എടാ ഈ കുട്ടി ഇരുന്ന് കരയണ്ട. കരയുന്നെങ്കിൽ കൂടെ ഇരുന്ന് കണ്ണീര് തുടച്ചു കൊടുക്ക്. അതെ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് സെന്റിമെന്റ്സ് ഒന്നും വർക്കൗട്ട് ചെയ്യാൻ നോക്കണ്ട. ഒരു കാര്യം പറഞ്ഞേക്കാം, നേരം എടുക്കുന്ന സ്ഥലം വിട്ട് കൊള്ളണം. കഴിച്ചോട്ടോ. ഞാൻ പോകുന്നു. നന്ദിയുണ്ട്. ഈ 2 ദിവസം ഞാൻ മറക്കില്ല. ചിലപ്പോ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. എങ്ങോട്ട് പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ ഇവിടുന്നുള്ള എന്റെ യാത്ര വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കാം. എവിടെ? മായ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാല്
ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ ഞങ്ങൾ 2 ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന ഈ വീട്ടിൽ ഒരു പെൺകുട്ടിയോട് താമസിക്കാന്ന് വെച്ചാൽ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ഈ സാഹചര്യത്തിൽ മായോടന്ന് പോണ്ട. നമുക്ക് സാവകാശം ആലോചിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. വരൂ, ധൈര്യമായിട്ട് വരൂ. പൂവാല നിരോധിത മേഖല, ഇത് കൊള്ളാലോ പരിപാടി. എന്താ ബസ് കുളിക്കാൻ പോവാ? സിനിമയ്ക്ക് പോയാലോ? അയ്യോ, ഹലോ സുന്ദരി. ബസ് കാത്ത് നിൽക്കായിരിക്കും അല്ലേ? ബസ് സ്റ്റോപ്പിൽ സാറിന് ബസ് കാത്താണ് നിൽക്കാറ്. പ്ലെയിൻ കിട്ടിയാലും പോകാൻ വിരോധമൊന്നുമില്ല. ഈ ബോർഡ് കണ്ടില്ലേ? ഇത് ഞാൻ എഴുതിപ്പിച്ചു വെച്ചതാണ്. ഇവിടെ പൂവാലന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. സുന്ദരിക്ക് പൂവാല ശല്യമൊന്നുമില്ലല്ലോ. സാറില്ല. ഞാൻ ചാർജ് എടുത്തത് പിന്നെ ഈ വഴി ഒറ്റ പൂവാലന്മാരും വരാറേ ഇല്ല. പകരം സാറുണ്ടല്ലോ. സുന്ദരിയെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുന്നത്. ഓട്ടോ. നിങ്ങൾ കോളേജ് യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ പൂവാലന്മാരുടെയോ കിളികളുടെയോ ശല്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഇവിടെ പൂവാല ശല്യമില്ലല്ലോ? ഇവിടെ പൂവാല ശല്യമുണ്ടോ? പൂവാല അല്ല മക്കളെ, പൂവാറ് പോവാനാ. ബസ് വരുമ്പോ പറയണേ. വിൽസൺ പാറയക്കാരനെ എല്ലാവരോടും തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സി കെ എന്ത് വില കൊടുത്തും ആ പുരുഷന്റെ പിള്ളേർ അഡ്വാൻസ് ചെയ്ത ഭൂമി നമുക്ക് സ്വന്തമാക്കണം. ആ ദാവൂദിന്റെ പിന്നാമികൾ വരുന്നുണ്ട്. പാറക്കാരാ, ആ കാര്യം എനിക്ക് വിട്ടതാ. പുഷ്പം പോലെ ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് ആ ഭൂമി സി കെ വാങ്ങിച്ചു തരും. ഒരു 50,000 എറിഞ്ഞു കൊടുക്കേണ്ടി വരും. ആ എന്നാ സി കെ വിട്ടോളൂ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ? ഞാനോ? എന്താടോ? അത് മോളെ ഇരിക്കല്ലേ? അല്ലടോ, എന്റെ ഭാര്യ. അതെയോ? അത് പോടാ, കുട്ടികളി. യോഗം ചെയ്തവൻ കുഴി പോവാറായി. ആരുടെ കാര്യം നീ പറയുന്ന? എത്ര അതിന്റെ വില? 40 രൂപ. 40 വളരെ കുറവാണല്ലോ. 2 കത്തിയുടെ കാശല്ലേ ചോദിച്ചേ? 1 കത്തിയുടെ. അതിനെ ഞാനും പറഞ്ഞേ. ആ അതേ അവന്മാരോട് നിൽക്കണ്ടേ? വണ്ടി നിർത്ത്, നിർത്ത്. നിങ്ങളാരും വരണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. അയ്യോ, നല്ല മൂർച്ച. സീക്കേ, ഒന്നേ അവിടെ നിൽക്കാൻ. കാറ് പോവില്ലേ? കാറ് പോവില്ലേ? അവിടെ നിർത്താം. എന്തിനാ ഇപ്പൊ ഓടിയത്? ഞാനാ ഓടുവേ? അതെ, എനിക്ക് രാവിലെ ഇങ്ങനെ ഓടുന്ന ഒരു എക്സർസൈസ്. എക്സസൈസ് ആ. വളരെ നല്ല ശീലം. ഞാൻ നിങ്ങളെ മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളെയോ? ഏയ്, കാണാൻ ഒരു വഴിയില്ല. നിങ്ങളല്ലേ എനിക്ക് ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചു തന്നത്? ചിക്കൻ റമ്മ ഞങ്ങൾ വാങ്ങിച്ചതാ. ലൈഫിൽ ഞങ്ങൾ ആർക്കും അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആരെങ്കിലും വാങ്ങി തന്നാ കഴിക്കുവോ? അങ്ങനെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ കഴിക്കില്ല. പിന്നെ സ്നേഹത്തോടെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ വേണ്ടെന്നും പറയില്ല. അപ്പൊ പിന്നെ പോവല്ലേ? പോവാലോ. നല്ല ടേസ്റ്റ്. ഒരു കുപ്പിയും കൂടി ആവാല്ലേ? ആവാലോ. ചിക്കനും വേണം. ജയ്സ, ഒരു കുപ്പിയും 2 ചിക്കനും. ജയ്സ, കൈ ഒഴിവുള്ളപ്പൊക്കെ ചിക്കൻ പോന്നേട്ടോ. അത് വേണേ? അത് വേണം. പിന്നെ ആ ഭൂമി നമുക്ക് അങ്ങ് കൊടുത്താലോ? ഏത് ഭൂമി? അല്ല, നമ്മൾ ഇന്നലെ അഡ്വാൻസ് കൊടുത്ത ഭൂമി. 50,000 രൂപ ലാഭത്തിന് ഒരു പാർട്ടി വാങ്ങാൻ തയ്യാറാ. കൊടുക്കും? അത് കൊടുക്കുന്നില്ല. അതങ്ങ് കൊടുക്കുന്നതാണ് നല്ലത്. കൊടുക്കുന്നതല്ല. ആ, എന്തിനാ ഈ കത്തി? ഷോയ്ക്ക്. ഓക്കെ, എങ്ങനെയുണ്ട് ഈ കത്തി? കത്തി തീർക്കാനില്ല. എനിക്ക് പോയിട്ട് ഇത്തിരി എന്താ ധൃതി? എടുക്കണ്ട്. പോയിട്ട് വരാം. അല്ല, കുപ്പി പറഞ്ഞിട്ടുണ്ട്. കത്തി കൂട്ടിയിടാ. സീക്കേക്ക് പറ്റിയോരാ പുളി. അപ്പോ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ, മഹാമിടുക്കന്മാരാണല്ലോ. അപ്പോഴേ ഇന്ന് നമ്മുടെ സ്ഥലം കാണാൻ
ഒരു പാർട്ടി വരുന്നു. ആ എന്താടാ നിന്റെ കയ്യിലൊരു പ്യോതി? ഇതൊരു പാന്റും ഷർട്ടുവാ. അണ്ണന് നന്നായിട്ട് ചേരും. ഫാഷൻ ടെക്സ്റ്റൈൽസ് ഞാൻ പറഞ്ഞു മേടിച്ചതാ. മറ്റേ പാർട്ടി വരുമ്പോ ഇങ്ങനെയൊക്കെ പോയാ മതിയോ? ഇത് പിടി അണ്ണ, പിടി. നിന്റെ ഒരു പാന്റും ഷർട്ടും. അതെ മേനോട് പാർട്ടി വരുന്നുണ്ട്. ഒന്ന് മാറി മാറി. ഇരിക്കൂ. അയ്യോ ഗിഫ്റ്റ് ഒന്നും വേണ്ടായിരുന്നു. എന്തിനാ അത്? ഗിഫ്റ്റ് ഒന്നുമല്ല, ഇവിടുന്ന് പുറത്തേക്ക് വീണതാ. ഇത് അണ്ണന് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാ. കണ്ടിട്ട് പുള്ളിക്ക് പിടിച്ചില്ല. ഇത് നല്ല സ്റ്റഫാണല്ലോ. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യും. പിന്നെന്താ? ജോൺസൺ ആൻഡ് ജേസൺ ഒരു ഗുലുമാല കേസായിരുന്നു. ഇപ്പൊ കാണാൻ പോകുന്ന വസ്തുവും അതൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ. നല്ല ഒന്നാന്തരം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ ഈ സിറ്റിയിൽ ഇതുപോലെ കണ്ണായ സ്ഥലം വേറെ ഇല്ല. ഹാർട്ട് ഓഫ് ദ സിറ്റി. ഓക്കെ, എന്നെ താമസിപ്പിക്കണ്ട. ഞാനേ ഇതൊന്ന് ഇട്ടേച്ചും വരാം. അയ്യോ കാലേ കയറി ചവിട്ടില്ല, ചെറിയൊരു അബദ്ധം പറ്റിയിരിക്കുക. ആ ദേ 1.5 ഏക്കറുണ്ട്. സെന്റിന് 40,000 രൂപ പറയുന്നത്. അത് കുറച്ച് കൂടുതലാണ്. അടുക്കുമ്പോ ഒരു വിട്ടുവീഴ്ചയൊക്കെ വരുമല്ലോ. അതാണല്ലോ ബിസിനസ്. അത് കളാ. അതെന്താ ഒരു ബോർഡ് കാണുന്നത്? അത് ബോർഡറാ. ഏതിന്റെ? അത് ബോർഡാണല്ലോ. ടെലിഫോൺ ഓഫ് ദി കൺട്രിമെന്റൽ പൊസിഷൻ. എന്താ ഇത് ശരിക്കും? അത് പിന്നെ ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ട്. ആ. അത് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യാനാ. അപ്പൊ ഇത് തെറ്റിപ്പോയോ? ഇല്ല. അതെ, അതിനു വേണ്ടി എഴുതി വെച്ചിരുന്നു. എന്താണ് ഈ ബോർഡ്? ബോർഡ്. നീ പാന്റും ഷർട്ടും കൊണ്ട് തന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. സോറി അണ്ണ. സോറിയാ. ഇനി പാന്റ് എടുത്ത പരിപാടിയിലെ ഷർട്ട് എടുത്ത പരിപാടിയിലെ ഇങ്ങനെ തൊലച്ചല്ലേ എനിക്ക് തല്ലുകൊണ്ട് കണ്ടട കണ്ടട കളയാറില്ല. അടിച്ചാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഇനി മേലാലി ഷർട്ട് വേണ്ട. അത് പോട്ടെ. പാന്റ് വേണ്ട. പാന്റ് ഊരി. നീ അവിടെ പാന്റ് ഷർട്ട് ഇടുന്ന പരിപാടി ജീവിതം തൊലച്ചാൽ നീ അത് പോട്ടെ. പോട്ടെ. കാരണം എന്റെ ജീവിതം ഓടിക്കോ. കടക്കോട്ടം. എടാ അപ്പു, എവിടെ പോയി കിടക്കണേ ഉമാരെ? ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് അകത്ത് ലൈറ്റും ഫാനും ഇട്ട് വീടും പൂട്ടി ഇവന്മാരെ എവിടെ തെണ്ടാൻ ഇറങ്ങി? രാവിലെ വന്നാലും കാണില്ല, വൈകിട്ട് വന്നാലും കാണില്ല. എടാ അനന്താ, അപ്പൂട്ടാ എവിടെ? എന്റെ ഈശോ, എനിക്ക് പേടിയുള്ള കർത്താവേ, എന്റെ മാതാവേ, ഈശോറിയോസേപ്പേ, എനിക്ക് കലകറങ്ങുള്ളൂ. എന്റെ അമ്മേ, എന്റെ ശരീരം വിറക്കണേ. എന്റെ മാതാവേ, എന്റെ മാതാവേ. എന്റെ അമ്മേ, അയ്യോ, ദൈവമേ. ഈ മിസൈൽ അങ്ങോട്ട് അങ്ങനെ മാറ്റി പിടിക്കും. അവിടെ ഇവിടെ വയ്ക്കട്ടെ. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ പോയിരുന്നു. കണ്ടറിഞ്ഞൂടെ മാർക്കറ്റിൽ പോയാണെന്ന്. ഇനി എന്നും മായയുടെ കൈ കൊണ്ടുണ്ടാക്കി ഭക്ഷണം കഴിക്കാലോ. ആ കുറച്ചു മുൻപ് ഇവിടെ ആരോ വന്ന് ബെല്ലടിച്ചു. ഞാൻ വാതിൽ തുറക്കാൻ വന്നപ്പോ നിലവിളിച്ചോണ്ട് ഓടിപ്പോയി. ഞാനൊന്ന് പേടിപ്പിച്ചതാ. എനിക്ക് തോന്നുന്നത് അതാ മറിയമ്മ തള്ളയാണെന്ന്. ബെസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി കൊടുത്താൽ മതി. ഇയാളോട് ആരാ പറഞ്ഞ ആവശ്യമില്ലാതെ മുൻവശത്തോട്ട് വരാൻ? ഞാൻ നിങ്ങളാണെന്ന് വിചാരിച്ചില്ലേ വാതിൽ തുറക്കാൻ വന്നത്? അതിൽ ഉറക്കാൻ ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. മറിയാമ്മച്ചേർത്തി വല വീഴണമെങ്കിൽ നമുക്ക് മറിയാമ്മച്ചേർത്തി കുറച്ച് ഏത്തക്കായ, ഏലക്കായ, മുരിങ്ങക്കായ, ചക്ക, മാങ്ങ, ലഡു ഇതെല്ലാം കൊണ്ട് മറിയാമ്മച്ചേർത്തി വീട്ടിൽ കൊണ്ടു കൊടുക്കാം. ഐഡിയ കൊള്ളാം. പക്ഷെ അതിലൊന്നും ആ തള്ള വീട് തോന്നുന്നു. എന്നിട്ടും വീണില്ലെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ചട്ടി ചവിട്ടിയാ മതി. ഒരു ചവിട്ടിയാ നിനക്ക് വെച്ചിരും. ഇതെടുത്ത് അതുകൊണ്ടൊക്കെ നീ വാ. വേഗം തിരിച്ചു വരില്ലേ? ഇല്ല, ഞങ്ങൾ അവിടെ താമസിക്കാൻ പോവാ. മായേനെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്ന മായ്ക്ക് തോന്നുന്നുണ്ടോ? നീ വരില്ലേ? നീ പോടാ.
ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചോട്ടോ, ഞങ്ങൾ ഇപ്പൊ വരാം. ആ യോ, വാതിലടച്ചേരെ കള്ളന്മാരുണ്ടാവും. ചേട്ടത്തി, അയ്യോ പ്രേതം! ആ, ചേട്ടത്തി, ഇത് ഞങ്ങളാ. ഞാൻ കണ്ടു മക്കളെ. എന്ത് കണ്ടത്? കണ്ടു. കണ്ട? ആ, ഒരു വെള്ള ഡ്രസ് ഇട്ട ഒരു പ്രേതം എന്നെ മാടി മാടി വിളിക്കുന്നു. അയ്യോ അയ്യോ അയ്യോ. പ്രേതോ? ആ ഏയ്, ചേട്ടത്തിക്ക് തോന്നിയായിരിക്കും. ഇല്ല മക്കളെ, ഇത് അവളാ. എവള്? ആ ലിസി, ഏത് ലിസി? ആ തൂങ്ങിച്ചത്ത ലിസി. ഓഹോ, അപ്പൊ അവിടെ ആരോ തൂങ്ങിച്ചത്തിട്ടുണ്ടല്ലേ? ഉണ്ട് മക്കളെ, ഉണ്ട്. ചേട്ടത്തിയല്ലേ മുമ്പ് പറഞ്ഞത് ആ വീട്ടിൽ ആരും തൂങ്ങിച്ചത്തിട്ടില്ലെന്ന്? അത് എനിക്കൊരു ഓർമ്മപ്പേശ പറ്റിയതാ മക്കളെ. ഓർമ്മ പിശ- നിങ്ങൾ ഇനി എവിടെയും പോണ്ട, ഇവിടെ താമസിച്ചാ മതി. എല്ലാ സൗകര്യങ്ങളും ഇല്ല ഇവിടെ. ഞാനില്ലേ മക്കളെ നിങ്ങൾക്ക്? അതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. അതെന്താ? ചേട്ടത്തി എന്തായി പറയുന്നത്? ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചോളാം. അയ്യോ വേണ്ട. ഞങ്ങൾ ആണുങ്ങളല്ലേ ചേട്ടത്തി? ആണുങ്ങൾ ചോര ഊറ്റി കുടിക്കാനല്ലേ അവറ്റകൾ വരുന്നത്. ഏയ്, വേണ്ട മക്കളെ. ഇതെന്താ മക്കളെ? ഇതൊക്കെ ഞങ്ങൾ അമ്മൂമ്മയ്ക്ക് വാങ്ങിച്ചുണ്ടെന്നാ. ആരുടെ നിന്റെ അമ്മൂമ്മ? കൊച്ചു പെണ്ണല്ലേ? ചേർത്തിക്ക് വാങ്ങിച്ചുണ്ടെന്നാ. ആ, അവരെണ്ണം കൊടുക്ക്. എന്നാ. പിന്നെ ഇതൊന്നും വേണ്ടായിരുന്നു മക്കളെ. തിന്നാൻ വേണ്ട, തിന്നാനെ പറഞ്ഞ എനിക്ക് വേണ്ട. ചേട്ടത്തി, ഞാൻ പ്രായം നോക്കിയിട്ടാ മോന്തയ്ക്ക് ഒരു വീക്കാൻ വെക്കുക ഞാൻ. നിക്ക് നിക്ക്. ഞാൻ അടിച്ചതിന്റെ കൊഞ്ഞി എന്തൊരു പീര. ഞങ്ങൾ പോവും. ആ ഇതൊന്ന് ആ. നോക്ക്. എന്നാ എന്നാ പറഞ്ഞേ. തിന്ന്. എന്നാ. കഴിക്ക്. അങ്ങനെ ഞാൻ പഴം എടുത്തരാം കേട്ടാ. എന്നാ. നിങ്ങൾ കൊണ്ട് ഇങ്ങനെ കളഞ്ഞിട്ട് പോവില്ലെന്ന് ആ, തിന്ന്. പറഞ്ഞാലേ ഞാനിത് കഴിക്കും. ഞാൻ ഓ, കണ്ടോ? തിന്നു. നിങ്ങൾ കഴിക്ക് ചേട്ടത്തി. വേണ്ട. തിന്നു. ഓക്കെ, പോകില്ല. ആ. കഴിക്ക്. തിന്നു, അത് തിന്നു. കൊടുക്ക്. കൊടുക്കണം. എന്നാ. നീ എന്താ ആ. ചെയ്യുന്നത്? എടുത്ത് കഴിക്ക്. ആ, എന്നാ. അവിടെ കറക്റ്റാണ് എടുക്കും. എന്നാ. എടാ, അപ്പു, എന്താടാ അവളെ കാണുന്നില്ലല്ലോ. നമ്മൾ കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്ത് ശരിയായില്ലെന്ന്? ഒരു രാത്രി മുഴുവൻ മായനെ തനിച്ചേക്കില്ലേ? നമ്മൾ മലപ്പുറം അല്ലല്ലോ. ആ തള്ള വിടാഞ്ഞിട്ടല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? എവിടെ പോയി അന്വേഷിക്കാൻ? ഇവിടെ കയറി വന്നത് എങ്ങനെയാ? അതേപോലെ തിരിച്ചിറങ്ങി പോയിട്ടുണ്ടാവും. ആരാ എന്താണെന്നൊന്നും അറിഞ്ഞോളെങ്കിലും ആ കുട്ടി വന്നതിന് ശേഷം നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ചുണ്ടാകാൻ തുടങ്ങി. എടാ, അവളിതേ പോയിട്ടില്ല. നിന്റെ ഷർട്ട് ഇട്ട് വന്നേക്കണ്. നല്ല ആളുകളാ. ഒരു പെണ്ണ് വീട്ടിൽ തനിച്ചാണെന്ന വിചാരം പോലും ഇല്ലാതെ. സോറി കേട്ടോ. എന്താ പറ്റിയെന്നറിയോ? ഇന്നലെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയില്ലേ? ഒരു വിധത്തിൽ അവരവിടെ ഞങ്ങളെ വിടില്ല. ഈ വീട്ടിൽ പ്രേതമുണ്ടെന്ന് അവരുടെ വിചാരം. എന്തായാലും ഇനി അവരെ നമ്മൾ പേടിക്കണ്ട. ഈ വഴിക്ക് ഇനി അവര് വരില്ല, ഉറപ്പാ. ആള് വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഇന്നലെ പാട്ടും കൂത്തും തകർത്തല്ലോ. അത് ശരിയാ. കോളേജിൽ പഠിക്കുമ്പോ എനിക്ക് പാട്ടും ഡാൻസും വലിയ ഇഷ്ടായിരുന്നു. അല്ല, ഇനിയിപ്പോ ഇവിടെ വെച്ച് പാട്ടും ഡാൻസും സ്ഥിരമായി ആസ്വദിക്കാലോ. ഞാൻ ചായ കൊണ്ടുവരാം. ഓക്കെ. ആസ്വാദക, ഏ? നീ വന്നേ. കോളേജിൽ പഠിക്കുമ്പോ ഡാൻസും പാട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? ഏത് കോളേജിലാ പഠിച്ചത്? അതൊക്കെ എന്റെ ഒരു നമ്പറല്ലടാ. നമ്പർ ഇപ്പൊ ഇടണ്ട. ദാവൂദിന്റെ ആൾക്കാര് ബോംബെയിൽ നിന്ന് സ്ഥലം വാങ്ങാൻ എത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഓഫീസിൽ എത്തണമെന്ന് പുരുഷോത്തമുള്ള പറഞ്ഞ ഓർമ്മയുണ്ടാ? ഞാൻ റെഡിയാടാ. ഇത് ബോംബെയിൽ നിന്ന് വന്ന ദാവൂദിന്റെ ബിനാമികളാണ്. ആപ്കാ നാം ക്യാ? ഇത് മിസ്റ്റർ റാവുത്തർ. സലാം ഇത് ഭായ്, മിസ്റ്റർ സലാം. റിച്ച്. നമസ്കാരം. കോൾ അടിച്ചില്ലേ? നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് ഇത്രയും ലാഭത്തിനൊരു വസ്തു എവിടെ കിട്ടാനാ? ക്യാ ബോൽത്താ? കോൾ അടിച്ചില്ലേന്ന്. കണ്ണായ സ്ഥലത്തെ കോൾ. ഇവന്മാരെന്താ പൊട്ടന്മാരാ? ക്യാ ബോൽത്താ? കുച്ച് നഹി. ഓ, അപ്പൊ മലയാളം അറിയില്ലല്ലേ? രക്ഷപ്പെട്ടു. പൊണ്ണന്മാര് കാശ് കൊണ്ട് കളയാൻ വന്നിരിക്കുക. സെന്റ് ഒന്നിന് 10,000-ന് വാങ്ങിയ ഭൂമി യവന്മാർ 50,000-ന് വാങ്ങാൻ പോവുക. നമ്മുടെ പാർട്ടി എത്തിയല്ലോ. പറഞ്ഞ എന്താ അത്ര വൈകിയത്? ആ, ഇത് അനന്തൻ. ഹലോ. ഹലോ. ഇത് ഹലോ. ഹായ്. ശുക്രിയ. ആ, അപ്പോ ഒക്കെ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ് എടുക്കൂ. യെസ്. പഠന आप भी देखो ना. ठीक है, ठीक है. अच्छा. ഇതൊരു പാർട്ടി സമ്മേളനമല്ല.
അപ്പോ പണം വാങ്ങിക്കോളൂ. ഓക്കെ. ചെക്ക് ദി എമൗണ്ട്. കംപ്ലീറ്റ് 500 കെട്ടാ. വെള്ളം ബാക്കി എടുക്കണ്ട, ഇരുന്നോട്ടെ. നീ വന്ന്, നീ വാ. ഞാൻ കൊടുക്കടാ. വേണ്ട, ഞാൻ കൊടുത്തോളാം. ആര് കൊടുത്താലും ഒരുപോലെ അല്ലേ? ഏയ് ഒരുപോലെയല്ല, രണ്ടുപോലെയാ. തുറക്ക്. എന്തേതൊക്കെ? ഇതെല്ലാം ഞാൻ മായ്ക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളാ. അല്ലെങ്കിൽ ഇതും കൂടെ നീ തന്നെ കൊടുത്തോ. ഒറ്റയ്ക്ക് ഇരുന്ന് മുഷിഞ്ഞല്ലേ? സാരമില്ല, ഓ. ഇപ്പൊ അതൊരു ശീലമായി. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? മായ ഇതെല്ലാം പോയി ഒന്ന് അണിഞ്ഞു വരൂ. ഞങ്ങളൊന്ന് അല്ല ഞാനൊന്ന് കാണട്ടെ. ശരി. ആ നീ നോക്കിക്കോ, ഞാൻ എടുത്ത ഡ്രസ് അവൾ ഇട്ടുകൊണ്ട് വരും. ഓ, നോക്കിക്കോ. ഹായ്, വണ്ടർഫുൾ. വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ സെലക്ട് ചെയ്തതാ. എനിക്ക് ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കരുതി ഞാൻ സെലക്ട് ചെയ്ത കളർ മായ്ക്ക് ഇഷ്ടാവുന്നു. ജസ്റ്റ് മിനിറ്റ്. ഇതെങ്ങനെയുണ്ട്? ഇത് മായ്ക്ക് അത്ര ചേരില്ല. ഇവന്റെ സെലക്ഷൻ അല്ലേ? ഇളം വയലറ്റ് നിറം എനിക്ക് വളരെ ഇഷ്ടമാണ്. ആദ്യമായി ഡാഡി ഇളം വയലറ്റ് പൂക്കളുള്ള ഒരു പാവാട വാങ്ങി തന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എടാ, ഇത് സെലക്ട് ചെയ്ത് ഞാനാണോന്ന് എനിക്ക് സംശയമുണ്ട്. ആര് സെലക്ട് ചെയ്താൽ എന്താ? മായക്ക് ഇഷ്ടമായില്ലേ? ആ, ഞാൻ ഊണ് തയ്യാറാക്കിയിട്ടുണ്ട്. വരൂ. ആ? ആ, വാടാ. ആഹാ, ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് കാലം കുറയായേ. മായ കഴിക്കും. ഞാൻ പിന്നീട് കഴിച്ചോളാം. നന്നായിട്ടുണ്ട്. ഈ തീയൽ എനിക്ക് വളരെ ഇഷ്ടമായി. അമ്മ ഉണ്ടായിരിക്കുമ്പോ ഇതൊന്നും വീട്ടിലുണ്ടാക്കുമായിരുന്നു. അന്ന് അമ്മ ഉണ്ടാക്കിയിരുന്ന അതേ രുചി. എനിക്ക് ഈ തീയല് മാത്രല്ല, ഈ കച്ചടിയും പിച്ചടിയും കാളനും തോരനും കോരനും മോരും നെയ്യ് അച്ചാറൊക്കെ എനിക്ക് ഇഷ്ടായി. അച്ചാർ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ. അന്ന് ഈ അച്ചാറടിച്ച് വായിക്കാനല്ല എനിക്ക് ഇഷ്ടായി. ഒരു കത്തുണ്ട്. അപ്പോ അപ്പോ ദാ നിനക്കൊരു ലവ് ലെറ്റർ ഉണ്ട്. ആരുടെ കത്താടാ? വീട്ടിൽ നിന്നാ. അമ്മയുടെ. വീട്ടിലെന്താ വിശേഷം? എല്ലാവർക്കും സുഖം? എല്ലാവർക്കും സുഖം. അയച്ചു കൊടുത്ത കാശും കിട്ടി. ആ. പിന്നെ നിന്നെ കുറിച്ചാണ് അമ്മ കൂടുതൽ അന്വേഷിച്ചിരിക്കുന്നത്. അതെ. നീ ഉള്ളതുകൊണ്ടാണല്ലോ അമ്മ എന്നെ നഗരത്തിലേക്ക് പറഞ്ഞയച്ചത്. എന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ അമ്മയല്ലടാ എന്റെയോ അമ്മ. നമ്മുടെ ഉയർച്ചയെല്ലാം കാരണം നീയാണല്ലോ. ഒരു സുഹൃത്തിന് വേണ്ടി ഇതിൽ കൂടുതൽ സ്നേഹം നൽകാൻ ആർക്കാ കഴിയാ? നമ്മുടെ കൂട്ടുകെട്ട് അമ്മയ്ക്ക് എന്ത് സന്തോഷാന്നറിയോ? നിങ്ങളെപ്പോലുള്ള രണ്ട് സുഹൃത്തുക്കളുടെ അരികിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. ഈ സ്നേഹം കണ്ട് എനിക്കിവിടെ കഴിയാനായിരുന്നെങ്കിൽ. അതിനെന്താ, കഴിഞ്ഞോളൂ. ഞങ്ങൾ ഒരിക്കലും മായോടൊന്ന് പോകാൻ പറയില്ല. ഇഷ്ടമുള്ളിടത്തോളം കാലം മായക്കൂടെ കഴിയാം. മായ ഇവിടുന്ന് പോവരുത്. പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മായ എന്താ നിൽക്കുന്നത്? ഇരിക്കെ. മായക്കറിയോ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങളാ. മുമ്പ് ഒരു ജോലിക്ക് വേണ്ടി ഈ നഗരത്തിൽ വന്ന് ആഹാരം പോലും കഴിക്കാനില്ലാതെ ദിവസങ്ങളോളം വഴിയോരത്ത് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ അതൊക്കെ മാറി. മായ വീട്ടിൽ വന്നതിന് ശേഷം നല്ല ഐശ്വര്യ. ഞാനും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു.
അദ്ദേഹം വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. ഇരിക്കൂ. സാർ, ഇവരാണ് ഞാൻ പറഞ്ഞ ബലാത്സംഗ കേസിലെ പ്രതികൾ. ഭാഗ്യവാന്മാർ, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 1 2 3 4 5 6. ഷെയിം. ബലാത്സംഗ കേസുകൾക്ക് നിങ്ങളൊരു അപമാനമാണ്. കൂട്ടബലാത്സംഗം എന്ന് കേട്ടപ്പോ ഞാൻ കരുതി കുറഞ്ഞത് 10-36 പേരെങ്കിലും ഉണ്ടാവും. ഉണ്ട് സാർ, ബാക്കി 25 പേരെ ഒളിവില. വല്ല കേന്ദ്രമന്ത്രിമാരും ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നോടെ? അത് മാറണോ? അമേരിക്കയിലും മറ്റും ചായ കുടിക്കുന്നത് പോലല്ലയോ ബലാത്സംഗങ്ങൾ നടക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇതൊക്കെ വലിയ സംഭവമാക്കുന്നത്. ഇതൊരു മിതമായ ബലാത്സംഗമായിരിക്കും അല്ലേടേ? മിതമായ ബലാത്സംഗമാണെങ്കിൽ ഞാൻ ഇടപെട്ടാൽ അതെന്റെ ഇമേജിനെ ബാധിക്കും. അല്ല, ഇതല്പം ക്രൂരമായ ബലാത്സംഗമാണ്. സന്തോഷം. ഇതല്പം ക്രൂരമാണ്. പ്രതികളുടെ അംഗസംഖ്യ 36 കേന്ദ്രമന്ത്രി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു. പഴുവേലേ, കേസിന്റെ ഗൗരവം മനസ്സിലാക്കി എമൗണ്ട് ഫിക്സ് ചെയ്തോളോ. പോക്കറ്റിനുള്ളത് മുഴുവൻ എല്ലാവരും കൂടി ഇന്ന് കൃത്യം 12 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കോണം. വേലി തന്നെ വിള തിന്നണോടാ. ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ. എന്റെ ഈശോയെ, ഇതുപോലെ ഓരോ കൂട്ട ബലാത്സംഗങ്ങൾ ദിവസവും നടന്നിരുന്നെങ്കിൽ ഞാനും എന്റെ നേതാവൻ രക്ഷപ്പെട്ടനെ. ഹലോ. ATM പറയും, ഞാൻ പോരാ. ഹലോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഞാനിവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇന്നലെ ഞാനും പുരുഷനും കൂടി പോയി നോക്കിയ വസ്തുവിന് അഡ്വാൻസ് കൊടുക്കണ്ടേ? അവര് വലിയ വിലയാണല്ലോ പറയണത്. കുറഞ്ഞ വിലക്ക് ഭൂമി കിട്ടില്ലേ? കുറഞ്ഞ വിലക്ക് കിട്ടും. ഇവിടെ അല്ല, വടക്കാഞ്ചേരിയില്. അത് ഭൂകമ്പുള്ള സ്ഥലല്ലേ? അല്ല പിന്നെ. അല്ല, ഈ അനന്തേട്ടൻ എവിടെ പോയി? ഇവിടെ ഉണ്ടാ പോക്കറ്റില്. ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ? നേരത്തെ വരണമെന്ന് തോന്നി. എന്താ തരുന്നത്? ഒന്നുമില്ല. അനന്തിനും ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ലല്ലോ. വരുമെന്ന് പറഞ്ഞിരുന്നോ? അത് ഒന്നുമില്ല, ഒരാവശ്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ചായ.
അപ്പുക്കുട്ടൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് പോയതെന്താ? അത് പിന്നെ ഞാനൊരു ഫയൽ നോക്കി വന്നതാ. പിന്നീടാ മനസ്സിലായത് അത് ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അനന്തൻ എവിടെ? അവന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ മായ തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് വന്നത്. ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാലോ. എന്തോ പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. പർച്ചേസ് നടന്നില്ല, കടവില് തിരക്കായിരുന്നു. മോളെ എന്തൊരു രുചി. മോളുടെ കൈകൊണ്ടുള്ള കറികളും ചോറും തിന്നാൻ മറിയാം ചേട്ടി ഭയങ്കര ഇഷ്ട. മോളൊരു കാര്യം ചെയ്യ്, കുറച്ച് ചോറും കറികളും ഒരു പാത്രത്തിലാക്കി തന്നാ മറിയാമ്മ ചേച്ചി വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം. പിന്നെ അത്താഴത്തിന് ബുദ്ധിമുട്ടുണ്ടല്ല. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാം. എടാ പൂട്ടാ, നീ എവിടെയായിരുന്നോ ഇത്രയും നേരം? ചേട്ടത്തിക്ക് വല്ലതും തിന്നാൻ കൊണ്ടുവന്നുണ്ടോടാ നീ? ഇതൊക്കെ പോരെ? എന്റെ വീട്ടിൽ വാടകയ്ക്ക് വന്ന് കേറി പ്രേതണ്ടെന്നും പറഞ്ഞ് പുഴു അടിച്ച് എന്നെ കവിളിപ്പിച്ച് ഇപ്പൊ എന്റെ വീട് നിങ്ങൾ സ്വന്തമായി. ഇപ്പൊ ഇച്ചിരി സൗകര്യമൊക്കെ ആയിപ്പോ മറിയാമ്മ ചേച്ചി വല്ലനാളൊന്നും വരുന്നത് പിടിക്കില്ല അല്ലേ? അല്ലേടാ, ഞാൻ നിങ്ങളെ കാണാനല്ലടാ ശബി പറഞ്ഞത്. പിന്നെ ആരെ കാണാനാ? എന്റെ മായമോളെ കാണാനാടാ. എന്തുട്ടിയടാ നിന്റെ പോക്കറ്റില്? ഒന്നുമില്ല. എടാ എന്തുട്ടിയടാ നിന്റെ പോക്കറ്റില്? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? ഞാനൊന്നും അതിനകത്തൊന്നുമില്ല. വേണ്ടത്ര ഉത്സാഹം വിടണ നീ. ആ ഇതെന്തിനാ? സിഗരറ്റ് വലിയോ? പേന നിന്റെ പോക്കറ്റിൽ ഇരുന്നോട്ടെ. അവന്റെ ഒരു സിഗരറ്റ് വലി. ആ, കാന്തം. വെറുതെ കിട്ടിയ പിണ്ണാക്ക് നിന്നും തീറ്റ പണ്ടാറം. നല്ല മഴ. അനന്തൻ ഇതുവരെ വന്നില്ലല്ലോ. അയ്യോ, ആകെ നനഞ്ഞല്ലോ. സാരല്ല. ചായ. അനന്തൻ ഇതുവരെ എണീറ്റില്ലല്ലോ. നല്ല പനിയുണ്ട്. രാത്രി മഴയും കൊണ്ട് ചുറ്റിക്കറങ്ങുമ്പോ ആലോചിക്കണായിരുന്നു. ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കര ഡേഞ്ചറാ, വെരി സീരിയസ്. അനന്തൻ ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല. അത് പറഞ്ഞ ശരിയാവില്ല. ഒരു പെൺകുട്ടി ഈ വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നത് തീരെ ശരിയാവില്ല. അതുകൊണ്ട് മായ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോണല്ലേ? ഇല്ല, അതിന് ടാബ്ലറ്റ് വെച്ചാൽ മാറി. ഇതൊരു ശീലാക്കണ്ട കേട്ടാ. വേറെ ഹോസ്പിറ്റലിൽ പോട്ടോ. ആ പിന്നെ അവനെ ഹോസ്പിറ്റലിൽ അയക്കാൻ മറക്കണ്ട കേട്ടോ. ഓ ശരി. അനന്ത, അനന്ത, മരുന്ന് കഴിക്കൂ. തല തോർത്താൻ പറഞ്ഞിട്ട് കേട്ടില്ല. അതല്ലേ പനി പിടിച്ചത്? സാരമില്ല, അത് മാറിക്കോളും. മായ്ക്ക് ബുദ്ധിമുട്ടായല്ലേ? ഒരിക്കലും അല്ല. തുറന്ന് സംസാരിക്കാൻ ഒരവസരത്തിന് വേണ്ടി ഞാൻ കൊതിക്കായിരുന്നു. കുട്ടിക്കാലത്ത് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാല് അമ്മ എന്റെ അടുത്തുനിന്ന് മാറില്ലായിരുന്നു. അമ്മയുടെ ആ സാമീപ്യം മാത്രം മതിയായിരുന്നു എന്റെ അസുഖം മുഴുവൻ മാറാൻ. അമ്മയുടെ പൊന്നാര മോനാണെന്ന് എനിക്ക് അന്നേ തോന്നി. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെന്താ ചോദിക്കായിരുന്നത്? ഇഷ്ടപ്പെടില്ല എന്ന് കരുതി. വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തു പറയാനാ? ചെറുപ്പകാലത്ത് എന്നെ അമ്മ മരിച്ചു. അച്ഛന്റെ സ്വഭാവമാണെങ്കിൽ തീരെ ശരിയല്ലായിരുന്നു. നാണക്കേട് കാരണം നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. തികച്ചു ഏകാന്തതയായിരുന്നു അന്നൊക്കെ. അച്ഛനോട് ഇപ്പോഴും എനിക്ക് വെറുപ്പാ. സോറി, വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ച് വേദനിപ്പിച്ചു അല്ലേ? ഏയ്, കുറച്ചു ദിവസമായി ഞാൻ ആകെ ടെൻഷനില്ല. ഉള്ളു തുറന്ന് സ്നേഹിച്ച കൂട്ടുകാരൻ പോലും എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുക. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പുക്കുട്ടന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവുക.
എനിക്കിപ്പോ ആരുമില്ല. ഉണ്ട്, ഞാനുണ്ട്. അതെ, ഞാൻ ഈ വീട്ടിൽ വന്ന ദിവസം തന്നെ അനന്തന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. അന്ന് എന്നെ ഇവിടുന്ന് ഇറക്കി വിടുമ്പോ എനിക്കറിയാമായിരുന്നു തിരിച്ചു വിളിക്കുമെന്ന്. ആ മനസ്സ് അതിനകം ഞാൻ പഠിച്ചിരുന്നു. മായെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല, ഒന്നും എനിക്കറിയണമെന്നില്ല. പക്ഷേ മായ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടായിരുന്നു. ചന്ദ്രിക വിടരുന്നു, ഒരു പാൽമഴയുള്ളി നിറയുന്നു, വേനൽ വിതുമ്പുമോരോർമയിലലസം വെള്ളി നിലാ കുളിരുതിരുന്നു. പാവന ചന്ദ്രിക വിടരുന്നു, ഒരു പാൽമഴയുള്ളി നിറയുന്നു. മഴമുകിലാടകെ അണിയും സന്ധ്യകൾ മഴവിൽ കസവാൽ പൊതിയുന്നു. മഴമുകിലാടകെ അണിയും സന്ധ്യകൾ മഴവിൽ കസവാൽ പൊതിയുന്നു. അടങ്ങാ തിരയാടും അടങ്ങാ തിരയാടും മോഹക്കടലോ ആത്മഹർഷങ്ങളാൽ തുളയുന്നു. മായ, എന്താ അച്ഛ ചായ. നിന്റെ ഈ മുഖം കാണുമ്പോ അച്ഛന് വല്ലാതെ ദുഃഖം തോന്നുന്നു മോളെ. എവിടെ പോയി നിന്റെ ആ പഴയ കളിയും ചിരിയൊക്കെ? എന്റെ വിവാഹത്തോടെ അതിന് അവസാനിച്ചില്ലേ അച്ഛാ? പെങ്ങളും അളിയനും മരിക്കുമ്പോ അവൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. നോക്കറിയാലോ, അച്ഛൻ സുഖമില്ലാത്ത ഒരാളാണ്. എന്റെ കാലശേഷം എല്ലാം നോക്കി നടത്താനുള്ളത് മഹേന്ദ്രനാണ്. മോള് വിചാരിച്ച അവന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും. സർ, ബാംഗ്ലൂരിൽ നിന്ന് ഓർഡറുകളുടെ കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, എന്താണ് ഇതിന്റെ രഹസ്യം? സർ, ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരുന്ന ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ആ, നാളെ നമുക്ക് ഒരുമിച്ച് ഒരു ബിസിനസ് ടൂർ ചെയ്യേണ്ടി വരും. അയ്യോ സർ, അമ്മ വീട്ടിൽ തനിച്ച. അതിനെന്താ, ഇതൊരു ബിസിനസ് ടൂർ അല്ലേ? വളരെ മനോഹരമായിരിക്കുന്നു. ഇത് എവിടുന്ന് വാങ്ങിയതാ? അനുവാദമില്ലാതെ ഇവിടെ കടന്നു വരാൻ ആരാ പറഞ്ഞത്? ഇവിടെ കടന്നു വരാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. മഹേന്ദ്രന് തോന്നിയാസം നടത്താനുള്ള സ്ഥലമല്ല ഇത്. ഇതൊരു ഓഫീസാണ്.
ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓഫീസിലെ പെണ്ണുമായിട്ട് എവിടെയെങ്കിലും പോകാൻ പാടില്ലായിരുന്നോ? പോകടി, നീ ആരാ ചോദിക്കാൻ? നീയും നിന്റെ തന്തയും വിചാരിക്കുന്ന പോലൊന്നും നടക്കില്ല. ദേ, നിന്നെ കെട്ടിയ നിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കാനൊന്നുമില്ല. വേണ്ട, ഇറങ്ങിപ്പോയിക്കോ. എനിക്ക് മതിയായി. അങ്ങനെ ഇറങ്ങിപ്പോകുന്നവനല്ല ഈ മഹേന്ദ്രൻ. നീ മാത്രമല്ല എന്റെ ലക്ഷ്യം. മായയെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട. അവള് കൂടി എനിക്ക് അവകാശപ്പെട്ടതാ. ഇക്കണ്ട സ്വത്തെല്ലാം എന്റെ പേരിൽ തന്നെ വന്നു ചേരണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഈ മഹേന്ദ്രൻ പഠിക്കില്ല. എന്റെ ജീവിതം നശിപ്പിച്ചതുപോലെ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഗായത്രി, ഗായത്രി, ഇനി ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? മരിച്ചാൾ തിരിച്ചു വരുമോ? എനിക്ക് എന്റെ മകളാണ് നഷ്ടമായത്. ഞാനത് എങ്ങനെ മറക്കും? എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരാണ് എന്നെ വഴിതെറ്റിച്ചത്. മീരയെ ഞാൻ വല്ലാതെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മീര ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മായെ, നീയെങ്കിലും എന്നെ മനസ്സിലാക്കൂ. ഇനി ആരെയും ഞാൻ വേദനിപ്പിക്കില്ല. അങ്കിൾ, ഇങ്ങനെ വീട്ടിൽ നിന്ന് ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്കൊന്ന് പുറത്തു പോകാം. വരൂ, ബിസിനസിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരൂ പ്ലീസ്. ഇതുപോലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വന്ന് അങ്കിളുമായി ഒന്ന് സംസാരിച്ചിട്ട് എത്ര കാലമായി? ശരിയാണ്, മീരയുടെ മരണശേഷം പുറത്തിറങ്ങാൻ തോന്നിയിട്ടില്ല. എന്തോ ബിസിനസ് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് മഹേന്ദ്രൻ പറഞ്ഞല്ലോ. എന്താ അത്? മീരയുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന അങ്കിളിനോട് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഈ അവസ്ഥയിൽ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ അങ്കിളിന് ബുദ്ധിമുട്ടാകും. അത് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എത്രയും പെട്ടെന്ന് മായമോളെ നല്ലൊരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അങ്കിൾ ബുദ്ധിമുട്ടണ്ട. മായയെ ഞാൻ വിവാഹം ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഞാൻ ലാളിച്ചു വളർത്തിയ മീരമോൾക്ക് ഒരു ദിവസം പോലും നീ സമാധാനം കൊടുത്തിട്ടില്ല. ഇനി മായമോളെ കൂടി. മായയ്ക്ക് വേണ്ടിയല്ലോ ഞാൻ മീര ഒഴിവാക്കിയത്. യോഹി, നീ എന്റെ മകളെ കൊന്നതാണല്ലേ? അങ്കിൾ വെറുതെ ടെൻഷൻ ആകാതെ, പ്രഷർ കൂടും. ഞാൻ പറയുന്നതൊന്നും അങ്കിളിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. മായ നമുക്ക് വേറൊരാൾ കെട്ടിച്ചെടുക്കാം. പക്ഷേ അങ്കിളിന്റെ പേരിലെ മുഴുവൻ സ്വത്തും ഈ മഹേന്ദ്രന്റെ വേണം. ഒന്നൊപ്പിട്ടെ. ഇല്ല, തരില്ല. നീ എന്നെ ചീറ്റ് ചെയ്യാനല്ലേ? അതൊക്കെ എന്റെ സുഹൃത്തുക്കളാ. ഞാൻ പറയുന്നത് എന്തും അവർ ചെയ്യും. അച്ഛനെവിടെ? അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാ വരുന്നത്. എവിടെ? ഏത് ഹോസ്പിറ്റല്? എനിക്ക് എന്റെ അച്ഛൻ ഉടനെ കാണണം. ധൃതി വെക്കണ്ട, നാളെ രാവിലെ പോയാ മതി. പോരാ, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ബഹളം വെക്കാതെ പെണ്ണെ, നിന്റെ അച്ഛൻ ഇനി വരില്ല. ഇനി നമ്മൾ രണ്ടാൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ്. കോടിക്കണക്കിന് വിലയുള്ള ഈ സ്വത്തുക്കളെല്ലാം നമുക്ക് മാത്രമുള്ളതാ. നിന്റെ സൗന്ദര്യം കൊതി തീരുവോളം ഞാനൊന്ന് ആസ്വദിക്കട്ടെ. വാ. ഒന്നും എനിക്കറിയില്ലായിരുന്നു. മായയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മനപ്പൊന്നുമായിരുന്നില്ല. സാരമില്ല. അപരിചിതയായ ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നതിൽ കവിഞ്ഞൊന്നും അനുമ എന്നോട് കാണിച്ചിട്ടില്ല.
ഇനി മായ ആരും പേടിക്കണ്ട, ഞാനുണ്ടാവും. മായക്കെന്നും അനന്തൻ എവിടെ? അകത്തുണ്ട്. അനന്തൻ എന്താ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല. അപ്പുക്കുട്ടൻ അനന്തനോടൊന്നും മിണ്ടാത്ത എന്താ? അനന്തന് ഇപ്പൊ സംസാരിക്കാനും പരിചരിക്കാനും ആളുകളുണ്ടല്ലോ. എന്ത് വിചാരിച്ച അങ്ങനെ പറഞ്ഞത്? അപ്പുക്കുട്ടന് അസുഖം വന്നാലും ഞാൻ തന്നെയല്ലേ പരിചരിക്കേണ്ടത്? മായ അനന്തനുമായി അടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ ലിസ്റ്റിംഗ് എഴുതാ. ഇനി കാര്യങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. എന്തേ? നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ന് മുതലാ നിനക്ക് മാത്രമായിട്ട് ഒരു വ്യക്തിപരമായ കാര്യം ഉണ്ടാകാൻ തുടങ്ങിയത്? ഇന്ന് മുതലാണ് കരുതിക്കോ. എടാ, ഒരു സുപ്രഭാതത്തിൽ കുറച്ച് കാശുണ്ടായെന്ന് കരുതി കൂടുതൽ അഹങ്കരിക്കല്ലേ? ഒക്കെ ദൈവം തന്നതാ, അത് മറക്കണ്ട. എന്ത് ദൈവം? ഞാനും കൂടി കഷ്ടപ്പെട്ട തന്നെയാ. പിന്നെ ഒരു കാര്യം, എന്നെ ഒഴിവാക്കിയിട്ടെല്ലാം സ്വന്തമാക്കാം എന്ന് കരുതണ്ട. അങ്ങനെ ഇവിടെ ആരും കരുതിയിട്ടുമില്ല. ഒന്ന് നിർത്തൂ. ഇത്ര വേഗം നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ എന്താണ് കാരണം? ഞാനാണ് കാരണമെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എനിക്ക് വേണ്ടി ആരും എങ്ങോട്ടും പോണ്ട. അഞ്ചു മണിയായി. 3 മണിക്ക് വരാമെന്ന് പറഞ്ഞ മന്ത്രി 2 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടും കാണുന്നില്ല. ഇനി അവിടെ എങ്ങാനും വല്ല ബലാത്സംഗവും നടന്നു കാണോ? ആ മന്ത്രിക്ക് ഒരു 10-72 വയസ്സെങ്കിലും കാണില്ലേ നേതാവേ? ശുംഭ, മന്ത്രിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നേതാവേ, എന്റെ മോളായത്. മോൾക്ക് എത്ര വയസ്സായി? 14. ഓയ്, എന്തായാലും ഈ കുരുന്നു പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങളുടെ പാർട്ടി ശക്തമായി അപലപിക്കുന്നു. എന്നാലും എന്റെ നേതാവേ, ഒരു മനസാക്ഷി ഇല്ലാതെ എന്റെ കൊച്ചിനോട് അവരിത് കാണിച്ചല്ലോ. 1-2 പേരോ മറ്റോ ആണോ? 10-30 പേരല്ലേ ആ കാലമാടന്മാര്. 10-30 പേരുണ്ടോ? രക്ഷപ്പെട്ടില്ലേ? ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രൂപ 40,000 കയ്യിൽ വരുമല്ലോ. അമ്മച്ചി എന്തിനാ കഴിയുന്നത്? എങ്കിലും എന്റെ നേതാവേ, എനിക്ക് ഇതുപോലെ 2 പേരക്കുട്ടികൾ ഉണ്ടായിട്ട് അവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ലല്ലോ. പെമ്പിള്ളാരായ ഇങ്ങനെയൊക്കെ വേണം. രൂപ 40,000 അല്ലേ നഷ്ടമായത്. അമ്മച്ചി കരയാതെ, അതിന് ഇനിയും സമയമുണ്ടല്ലോ അല്ലേ? എന്റെ 16ാമത്തെ വയസ്സില് വീട്ടിൽ ആരും ഇല്ലാത്ത അവസരത്തില് അമ്മാവന്റെ മകൻ ഗോവിന്ദനും കുറെ കൂട്ടുകാരും കൂടി എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ആ വകയില് നേതാവ് വിചാരിച്ചാൽ വല്ലതും വാങ്ങിത്തരാൻ പറ്റും. ബലാത്സംഗത്തിന് മുൻകാല പ്രാബല്യമൊന്നുമില്ല. എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ചേട്ടാ, ചായ. അമ്മയെ നമുക്ക് വേറെ ആരെങ്കിലും ഡോക്ടറെ കാണിക്കാം. നല്ല പനിയുണ്ട്. ഏതായാലും 2 ദിവസത്തെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കല്ലേ. കുറവില്ലെങ്കിൽ നമുക്ക് വേറെ ഡോക്ടറെ കാണിക്കാം. പാറക്കാരനെ തോൽപ്പിക്കാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. ആ, അത് ശരിയാ. ഇവിടെ നിന്ന് കയറി വന്ന 2 പീറ പിള്ളേർ ഇവിടെ കിടന്ന് ചെത്തുന്നു. അവരുടെ മാസ്റ്റർ ബ്രെയിൻ അപുരുഷത്വം പിള്ളയാണ്. അയാളെ വകവരുത്താൻ സി.കെ. വിചാരിച്ചാൽ നടക്കും. അവന്മാരെ ഞാൻ പിടിച്ചോണ്ടുവരാം. സി.കെ. അറിയാതെ ഒരു ബിസിനസ് ഇവിടെ നടന്നിരുന്നില്ല. ഇപ്പോൾ സി.കെ. അറിയാതാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. സി.കെക്ക് ആവശ്യമുള്ളത് ഞാൻ തരുന്നില്ലേ? ഉവ്വ്, ചിക്കൻ തരുന്നുണ്ട്, റമ്മ് തരുന്നുണ്ട്. പിന്നെന്താ? നഗരത്തിൽ വിൽക്കാതിരിക്കുന്ന ഭൂമി മുഴുവനും നമുക്ക് തന്നെ കിട്ടണം. അതിനുവേണ്ടി സി.കെ. തന്നെ ഇറങ്ങണം. സി.കെ. ആരാണെന്ന് അവന്മാരെന്ന് അറിയട്ടെ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ വസ്തുവിന് ഞങ്ങൾ അഡ്വാൻസ് തന്നില്ലേ? അതങ്ങ് തിരിച്ചു തന്നേക്കാം. സി.കെയോട് കളി വേണ്ട. നിന്റെയൊക്കെ വീട്ടിൽ വന്നിട്ടും കണ്ടില്ല. നിങ്ങളുടെ അഡ്വാൻസ് തിരിച്ചു തന്നേക്കാം. കരാറിൽ ഒപ്പുവെച്ചിട്ടൊന്നുമില്ലല്ലോ. കുറഞ്ഞ വിലക്ക് വസ്തു വയ്ക്കാൻ പറ്റില്ല. സി.കെ. അഡ്വാൻസ് തന്നത് തിരിച്ചു വാങ്ങാനല്ല. നീയൊക്കെ പുരുഷോത്തമന്റെ ആൾക്കാർക്ക് വസ്തു കൊടുക്കുന്നു. എനിക്കത് കാണണം. എടി പെണ്ണേ, കിടന്ന് കീറണ്ട. കുറെ ബെഞ്ചും ഡെസ്കും നിരത്തി വെച്ച് കുറെ പെണ്ണുങ്ങളും വെച്ച് നാട്ടുകാരുടെ വസ്തു മുഴുവൻ തട്ടിയെടുക്കാൻ മോഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വാടാ. ഹലോ, വെക്കിഴേ അവിടെ. വെച്ചു.
നാട്ടിലെ ഭൂമി മുഴുവൻ ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങാനുള്ള കാശ് ഇവന്മാരുടെ കയ്യിലുണ്ടാവും എന്ന് വെച്ച് സിക്ക് അഡ്വാൻസ് കൊടുത്ത വസ്തു വാങ്ങാനുള്ള ധൈര്യം നിനക്കുണ്ടോ? എങ്കിൽ എനിക്കത് അറിയണം. പുരുഷോത്തമുള്ള ബലം പ്രയോഗിച്ചും വരട്ടിയും ആരുടെ ഒന്നും വാങ്ങാൻ ശ്രമിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ വിൽസൺ പാറയക്കാരന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ഇവന്മാരെന്തിനാ ഇവിടെ കയറി ഇറങ്ങുന്നതെന്ന് എനിക്കറിയണം. ഇനിയെങ്കിലും ഈ പണിയൊന്ന് നിർത്തിക്കൂടെ? നിങ്ങളെ പെങ്ങടെ സ്വത്ത് വിറ്റ കാശല്ലേ അന്ന് നിങ്ങൾ ആ പാറക്കാരനെ കൊണ്ട് കൊടുത്തത്? വർഷം എത്രയായി? ഇന്നിപ്പോൾ അവൻ കോടീശ്വരനാണ്. ഇന്നും നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും ചൂഷണം ചെയ്ത് അവൻ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളിന്ന് എവിടെ തന്നെ ആളായിരുന്നു? പാവം ആ പെങ്ങളും കുട്ടിയും ഏതോ വാടക വീട്ടിൽ താമസിക്കുക. പെണ്ണും കേട്ടാതെ വല്ലവനും വേണ്ടി വാടകപ്പണി ചെയ്ത് ജീവിക്കാതെ ഇനിയെങ്കിലും തിരിഞ്ഞു നോക്കൂടെ? വെറും നിസ്സാര തുകയ്ക്ക് കള്ളും ചിക്കനും കഴിച്ച് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ അവനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ നിങ്ങൾക്കെന്ത് തന്നു? മറ്റുള്ളവരുടെ നേരെ കുതിര കയറാതെ അവന്റെ മുഖത്ത് നോക്കി ചോദിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ അതാണ് ശരി. എടാ പാറയക്കാരാ, പാറയക്കാരാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പ്രത്യേകിച്ചൊരു കാര്യം? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശിനെടുത്ത് തന്നേക്ക്. പലിശയും വേണ്ട, ലാഭവും വേണ്ട, മുതൽ മാത്രം തന്നാ മതി. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? തോന്നി തുടങ്ങിയിട്ട് കുറെ നാളുകളായി. എന്റെ പെങ്ങളുടെ വസ്തുവിറ്റ കാശ അന്ന് ഞാൻ നിനക്ക് തന്നത്. അതിപ്പോ കിട്ടണം. എന്റെ പെങ്ങളും പ്രായമായൊരു മോളും ഇന്ന് ആരോരുമില്ലാതെ കഷ്ടപ്പെടുക. ഈ ഒറ്റ കാരണം കൊണ്ട് ഞാൻ വീട്ടിൽ കയറിയിട്ട് വർഷം 3 എന്തോന്ന് പെങ്ങളും മോളും? അവര് പോയി തൊലയട്ടെ. സീക്കയ്ക്ക് ഞാനില്ലേ? ഇവിടെ എന്തൊരു കുറവ്? ഞാൻ ദിവസവും ചിക്കൻ റമ്മും വാങ്ങിച്ചിരുന്നില്ലേ? കള്ളും കോഴിയിറച്ചിയും വാങ്ങിത്തന്ന് നീ എന്നെ വിലയ്ക്ക് വാങ്ങി ലക്ഷങ്ങൾ സമ്പാദിച്ചില്ലേ? എന്റെ പെങ്ങളും മോളും എന്നെ വെറുത്തു. എനിക്ക് ആരും ഇല്ലാതായി. എനിക്ക് എന്റെ കാശ് കിട്ടണം. അത് വാങ്ങിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഓഹോ, അപ്പൊ കാശ് വാങ്ങാൻ തന്നെയാവും വന്നിരിക്കുന്നത്. തന്റെ കയ്യിൽ ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ല. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിന്റെ മുഴുവൻ രഹസ്യങ്ങളും ഈ സീക്ക് വിളിച്ചു കൂവും. നിന്റെ പങ്കുകാരൻ പ്രൊഫസർ ഇട്ടുണ്ണിയെ ഇൻകം ടാക്സുകാർക്ക് ഒറ്റുകൊടുത്തില്ലേ? മാറമ്പിൽ ഗോപാലകൃഷ്ണന്റെ പാർട്ണർഷിപ്പിൽ 42 ലക്ഷം രൂപ പറ്റിച്ചതും അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാന് കൈക്കൂലി കൊടുത്ത് പുഴയ്ക്കൽ ഭൂമി മരവിപ്പിച്ചതും എനിക്കറിയാം. രജിസ്ട്രാറിന് കൈക്കൂലി കൊടുത്ത് അവരുമായി കൂട്ടുചേർന്ന് സർക്കാരിന് കിട്ടേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ രജിസ്ട്രേഷൻ ഫീ വെട്ടിച്ചതും എനിക്കറിയാം. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഭൂമി രാഷ്ട്രീയ സ്വാധീനവും കൈക്കൂലിയും കൊണ്ട് ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും വില കുറച്ചു വാങ്ങിയതും ഞാൻ വിളിച്ചു കൂവും. നിന്നെ ഞാൻ തറ പറ്റിക്കട കഴിവരുടെ മോനെ. പോടാ അവിടുന്ന്. കാശും കൊണ്ടേ ഞാൻ പോവും. എടുക്കണ കാശ്. അമ്മാവാ, മോളെ, ഈ അമ്മാവനോട് പൊറുക്കൂ. എനിക്ക് ചതി പറ്റി. നമ്മുടെ വസ്തു വിറ്റ കാശ് തിരിച്ചു ചോദിച്ചപ്പോ ആ പാറക്കാരന് ഗുണ്ടകളും എന്നെ തല്ലി. സാരമില്ല അമ്മാവാ, പണം പോയെങ്കിലും അമ്മാവിനെ തിരിച്ചു കിട്ടിയല്ലോ. എത്ര നാളായി ഞാനും അമ്മയും പറയുന്നു അവരെയൊക്കെ വിട്ട് വീട്ടിൽ വരാൻ, എന്നിട്ട് കേട്ടില്ലല്ലോ. ഒരബദ്ധം പറ്റിപ്പോയി മോളെ. കൊടുത്ത കാശ് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവൻ പറയുന്നതും കേട്ട് ഇത്രയും നാൾ അവനോടൊപ്പം നിന്നത്. അമ്മാവൻ വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ എങ്ങനെ എന്റെ പെങ്ങളുടെ മുഖത്ത് നോക്കും? അമ്മാവൻ വീട്ടിൽ വന്നാ മതി. അമ്മയ്ക്ക് എന്ത് സന്തോഷാവുന്നോ. വരൂ അമ്മാവാ. കാശും സ്വത്തൊക്കെ പോയെങ്കിലും എനിക്ക് എന്റെ ഏട്ടനെ തിരിച്ചു കിട്ടിയല്ലോ. ആരോരുമില്ലാതെ ഞാനും എന്റെ മോളും എങ്ങനെ കഴിഞ്ഞു കൂടുന്നെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. തെറ്റ് പറ്റിപ്പോയി പെങ്ങളെ. എല്ലാം ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്റെ ഗായത്രിയെ നല്ലൊരാളുടെ കൂടെ നല്ല നിലയിൽ പറഞ്ഞയക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് എല്ലാം ചെയ്തത്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്നതും നഷ്ടമായി. കുറ്റബോധം കൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത്. ഇനിയുള്ള കാലം എന്റെ പെങ്ങളെയും മോളെയും നോക്കി എനിക്ക് ജീവിക്കണം. അത് മതി, ഞങ്ങൾക്കത് മാത്രം മതി. പിന്നെ ചേട്ടനോടൊരു കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ പെങ്ങളെ? എന്റെ മോൻ ഇവിടെ വന്നിരുന്നു. ആര്? ഗായത്രിയുടെ ചേട്ടൻ.
ഭാർഗവപിള്ളയുടെ മോനോ? അവൻ ഇവിടെ വന്ന വിവരം അവന്റെ അച്ഛൻ അറിഞ്ഞോ? അച്ഛൻ അറിഞ്ഞിട്ടില്ല. ചേട്ടൻ സിറ്റിയിൽ ഒരു കമ്പനി നടത്തുന്നുണ്ട്. ചേട്ടൻ ഇവിടെ നല്ല നിലയിലാ. കാറും വീടും ഓഫീസും. നമ്മുടെ ഭാഗ്യം. അതാരാ? ഞാൻ അറിയാതെ ഈ നഗരത്തിൽ ഇത്രയും വലിയൊരാള്. മോൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അവൻ സ്വന്തം അമ്മയെപ്പോലെ എന്നെ കാണുന്നത്. ചേട്ടൻ എന്നോട് എന്ത് സ്നേഹാണെന്നോ. ആ ചേട്ടൻ വന്നല്ലോ. ആ, ഇത് അനന്തനല്ലേ? അനന്തന് ചേട്ടൻ അറിയുവോ? അറിയോന്നാ? ഇവൻ മിടുമിടുക്കനല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ അമ്മാവിനെ കുറിച്ച്. ഇതാണ്. നമ്മൾ തമ്മിൽ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഉവ്വ് ഒന്നല്ല പലതവണ. കൊച്ചു കള്ള, നീ എന്റെ കുട്ടനാണെന്നുള്ള കാര്യം ഞാൻ അറിയാതെ പോയല്ലോ. ഇതൊക്കെ പിടിക്കട്ടെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വന്നേ പാടാ. അയ്യോ മോളെ, ചേട്ടൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്ക. ആ മണ്ണാർക്കാട്ടിൽ കൂട്ടബലാത്സംഗം. 16 പ്രതികൾ ഒളിവിൽ. മുഖ്യപ്രതി പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. എന്റെ പേര് വല്ലതും ആണോടാ അവർ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ നാട്ടിൽ മൊത്തം പാട്ടല്ലേ. മെയ്വേലിത്തറ ഉണ്ട് എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് ഇവിടെ കൂട്ടബലാത്സംഗം പെരുകുന്നത് എന്നൊരു സംസാരം നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പൊളിറ്റിക്കൽ ഇമേജിനെ ബാധിക്കുമല്ലോ പുഴു. അല്ല പഴു, അതിനൊരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിക്കാം. അതെന്താണ് നേതാവേ? നമ്മുടെ പാർട്ടിയുടെ മഹിളാ സംഘടന നാളെ ഒരു കൂട്ടധർണ സംഘടിപ്പിക്കണം. ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് തന്നെ നഗരത്തിലെമ്പാടും പോസ്റ്റർ നിരന്നിരിക്കണം. അപ്പോ അതിനുവേണ്ടിയുള്ള പണത്തിന് തുടങ്ങണ്ടേ നേതാവേ? അത് തന്നെയാണല്ലോ ആദ്യത്തെ പരിപാടി. ഹലോ, മെഴുവേലിത്തറ സ്പീക്കിംഗ്. ഹലോ, പിന്നെ മനസ്സിലായോ? ഞാൻ വിൽസൺ പാറയക്കാരൻ. ഓ വിൽസൺ, നീ എന്നാടാ പാറയക്കാരനായത്? നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. എനിക്ക് മനസ്സിലായി. മഹേന്ദ്രേട്ടന്റെ പഴയ വിൽസന് മറക്കാൻ പറ്റുമോ? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ കൊച്ചു കൊച്ചു ബിസിനസ്സുകളുമായി കഴിഞ്ഞു കൂടുന്നു. നിന്നെ കണ്ടിട്ട് ചെറിയ ബിസിനസ് ആണെന്ന് തോന്നുന്നില്ലല്ലോ. എന്താ പരിപാടി? റിയൽ എസ്റ്റേറ്റ്. ഇവിടെ ഞാനൊരു സാമ്രാജ്യം പടുത്തുയർത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. എനിക്ക് അന്നേ അറിയാം നീ രക്ഷപ്പെടുമെന്ന്. പണ്ടേ നിന്റെ കൗശലങ്ങൾ കുറെ കണ്ടവനല്ലേ ഞാൻ. നമുക്ക് എന്റെ ഓഫീസിലേക്ക് പോകാം. വർഷങ്ങൾക്ക് ശേഷം കാണുന്നല്ലേ, ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ. ഏതായാലും നിന്നെ കണ്ടത് നന്നായി. ഇവിടെ ചിലപ്പോ നിന്റെ സഹായം വേണ്ടിവരും. തീർച്ചയായും. ഓക്കെ, കമോൺ. ഈ പെൺകുട്ടിയെ നഗരത്തിൽ എവിടെങ്കിലും വെച്ച് കണ്ടായി ഓർക്കുന്നു? ഇല്ല, മനസ്സിൽ ഇങ്ങനെ രൂപം ഓർമ്മ വരുന്നതേയില്ല. ഇവളെ തേടി ഞാൻ അലയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ നഗരത്തിൽ എവിടെയോ അവളുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഇവളെ എനിക്ക് വേണം, ജീവനോടെ. അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. ഈ നഗരത്തിന്റെ ഏത് കോണിൽ ഒളിച്ചിരുന്നാലും ഇവളെ ഞാൻ പൊക്കിക്കൊണ്ടുവരും. ഈ വിൽസൺ പാറയക്കാരന് മഹേന്ദ്രനോട് മറക്കാനാകാത്ത കടപ്പാടുണ്ട്. നാളിന് ശേഷം കണ്ടുമുട്ടുന്നതല്ലേ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണം വിൽസൺ. ഈ പെൺകുട്ടിയെ കണ്ടെത്തി എന്നെ ഏൽപ്പിക്കുന്ന ദിവസം നമ്മൾ ആഘോഷിക്കും. മതിമറന്ന് ആഘോഷിക്കും. തീർച്ചയായും. ബൈ. ബൈ. ആരവിടെ? ഇവളെ ഓർമ്മയിൽ വെക്കണം. എവിടെ വെച്ച് കണ്ടാലും അപ്പോ എന്റെ അരികിലെത്തിക്കണം. ഓരോ നിമിഷവും ഞാൻ ഭീതിയുടെ നിഴലാണ്. അവൻ വരും. എപ്പോഴും അവന്റെ വരവ് പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ച് ഓർക്കുമ്പോ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഓർക്കണ്ട. ഞാനില്ലേ മൈക്ക്. അത് മാത്രമാണ് എന്റെ ആശ്വാസം. നമ്മുടെ ഈ അടുപ്പം എത്രയും വേഗം അപ്പുവിനെ അറിയിക്കണം. അല്ലെങ്കിൽ അപ്പു എന്നോട് വല്ലാതെ അടുപ്പം കാണിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ തമ്മിൽ വളരെ അകന്നിട്ടുണ്ട്. നമ്മൾ വിവാഹിതരാകാൻ പോകുന്ന വിവരം അവൻ അറിയുമ്പോ അതൊരു ഷോക്കായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ അവനൊരു ഷോക്ക് ആവശ്യമാണ്. എന്തായാലും ഈ ഒരു ഇന്നലെ ഞാനോട് പറയാം. എന്താ പോരെ?
എന്താണോ? എന്തിനാ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്നത്? പറയാം. കുറച്ച് ദിവസമായി ഞാനത് നിന്നോട് പറയണമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഇതുവരെ ഒന്നും നിന്നെ മറക്കാൻ ശ്രമിച്ചിട്ടില്ല. നിനക്കറിയാലോ, എൻ്റെ അച്ഛന് മറ്റൊരു സ്ത്രീയിലെ ഒരു കുട്ടികൾ വരും. ആ സ്ത്രീയും മകളും ഈ നഗരത്തിലുണ്ട്. ഞാൻ പലപ്പോഴും തനിച്ചു പോകുന്നത് അവിടേക്കാ, ആ അമ്മയെയും പെങ്ങളെയും കാണാൻ. പുതിയ ബന്ധങ്ങളൊക്കെ വന്നപ്പോ പഴയ സുഹൃത്തിനെ മറന്നുവല്ലേ? എനിക്കും ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. സമയമായിട്ടില്ല. സമയമാകുമ്പോ ഞാൻ പറയാം. പോവാം. പോകാൻ വരട്ടെ. ഞാൻ പറയാമെന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആഹാ, കല്യാണോ? ഇത്ര പെട്ടെന്നോ? ഏതാ പെണ്ണ്? നമ്മുടെ മായ. അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. മായയും കൂടെ ചേർന്നെടുത്ത തീരുമാനം. എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഇത്രയും നാള് നിങ്ങൾ എന്റെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു അല്ലേ? നീ അനന്തനെ വിവാഹം കഴിക്കാൻ പോവാന്ന് അവൻ എന്നോട് പറഞ്ഞു, ശരിയാണോ? ശരിയാണ്. അതെങ്ങനെയാണ് അപ്പൂനോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ ഇത്രയും ക്രൂരിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മായ ഇവിടെ വന്നത് മുതൽ എനിക്ക് മായയോട് ഇഷ്ടമായിരുന്നു. എന്നെ ഇഷ്ടമല്ലെന്ന് മായയ്ക്ക് എപ്പോഴെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ? എന്നെ വെറുതെ മോഹിപ്പിക്കായിരുന്നല്ലേ? എനിക്ക് എന്തൊരു കുറവ്? അപ്പു ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. അപ്പുവിന്റെ കളിതമാശകളും ഇന്റിമസിയും എന്നിലൊരു ബ്രദർലി അഫെക്ഷനാണ് ഉണ്ടാക്കിയത്. എനിക്ക് അങ്ങനെ കാണാൻ പറ്റും. എല്ലാ പെൺകുട്ടികളും പറയുന്ന വാക്ക് തന്നെ നീയും പഠിച്ചു വച്ചിരിക്കുകയാണല്ലേ? നീ ആയിരിക്കില്ല ഒരു പക്ഷെ തെറ്റുകാരി. അവൻ പലതും പറഞ്ഞു മോഹിപ്പിച്ചിരിക്കാം. അവനോടൊപ്പം ഇറങ്ങി തിരിച്ചാ നിനക്ക് നഷ്ടമാവുന്ന നിന്റെ ജീവിതമായിരിക്കും. അനന്തനെ എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. ഒരു ആത്മസുഹൃത്തിനോട് അവനത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നെന്നാ? ജോലിയും കൂലിയും ഇല്ലാതെ അമ്മയെയും പെങ്ങന്മാരെയും പോറ്റാൻ പോലും നിവർത്തിയില്ലാതെ കഷ്ടപ്പെട്ട് കിടന്ന നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് കാശ് കൊടുത്ത് ജോലി വാങ്ങിച്ചെന്നതോ, ഇന്നീ കാണുന്ന നിലയിൽ എത്തിച്ചതോ? പെട്ടെന്ന് കുറച്ച് കാശ് കിട്ടിയപ്പോ ഒരു പെണ്ണിന് വേണ്ടി നീ എല്ലാം മറന്നല്ലേ? നിർത്തടാ, നീ കൂടുതലൊന്നും പറയണ്ട. ഇവിടെ വന്ന് പട്ടിണി കിടന്നപ്പോ തെണ്ടികളെ പോലെ പാട്ടും പാടി ഡാൻസ് ചെയ്ത് നിനക്ക് ആഹാരത്തിന് വഴി ഉണ്ടാക്കി തന്നവരോടാ ഞാൻ. എന്റെ കഴിവും കഷ്ടപ്പാടും എപ്പോഴത്തെ സമ്പാദത്തിന് കാരണം. അപ്പു, എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ പിണങ്ങരുത്. ഞാൻ അനന്തനെ സ്നേഹിച്ചു പോയി. കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിലൊരു സൗഹൃദത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്പനിയുടെ പകുതി ഷെയർ എനിക്ക് വേണം. നമുക്കിവിടെ വെച്ച് പിരിയാം. പോട്ടെ. എന്താ സുഹൃത്തെ, ഇന്ന് ഒറ്റയ്ക്കാണല്ലോ? കുറ്റത്തോളം തടഞ്ഞോ? ഇഷ്ടത്തോഴനോ? അവനെന്റെ ആരുമല്ല, വഞ്ചകൻ. ഇപ്പൊ അങ്ങനെയായോ? കാശുണ്ടായപ്പോ സുഹൃത്തിനെ തടഞ്ഞിരിക്കും അല്ലേ? ഇനി ഞാൻ ഒറ്റയ്ക്കാ. ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ തട്ടിയെടുത്തു. തട്ടിയെടുത്താൽ വിട്ടുകൊടുക്കരുത്. അപ്പുക്കുട്ടൻ എന്നെ വിശ്വസിക്കാം. മിസ്റ്റർ പാറക്കാരൻ, നിങ്ങൾ നല്ലവനാ. നിങ്ങളാണ് യഥാർത്ഥ സുഹൃത്ത്. ഇന്ന് എനിക്ക് വേണ്ടി എന്നോടൊപ്പം ശകലം കഴിക്കണം. അതിനെന്താ? ഒരു നല്ല സുഹൃത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ കഴിവുള്ളവനാണ് ഈ വിൻസെന്റ് പാറക്കാരൻ. ഏട്ടൻ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണിനെ എനിക്കൊന്ന് കാണണം. അതിനെന്താ, കാണാലോ.
ഞാൻ ഒരു ദിവസം വന്ന് കൂട്ടിക്കൊണ്ട് പോവാം. അത് പറ്റില്ല. എനിക്ക് തനിച്ചൊന്ന് ഇന്റർവ്യൂ ചെയ്യണം. നിന്റെ ഒരു ഇന്റർവ്യൂ. സെലക്ഷൻ കൊള്ളാവോന്ന് എനിക്കൊന്ന് അറിയണല്ലോ. മോനെ, അച്ഛനെ കണ്ട് സമ്മതം വാങ്ങണം. അതേ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛന്റെ സ്വഭാവം അമ്മയ്ക്കറിയാലോ. അമ്മാവനോട് പോയി. അമ്മാവനോട് ഈ കാര്യങ്ങളൊക്കെ അമ്മ എന്നൊന്ന് പറയണം. അമ്പലത്തിൽ പോയിരിക്കുക. അമ്മാവനിപ്പോ പഴയ ആളൊന്നുമല്ല. എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? ഇവൻ ചേട്ടനോട് അവന്റെ കല്യാണക്കാര്യം പറയാൻ വന്നതാ. അതൊരു നല്ല കാര്യമാണല്ലോ. ഏതാടാ കുട്ടി? അത് കല്യാണം നമുക്ക് പൊടി പിടിക്കണം. അനന്ത് ഇവിടെ നമുക്ക് അന്വേഷിക്കാം. പോവാ പോവാ. നീ എന്തവിടെ? പ്ലീസ് എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ? വരൂ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. അപ്പോ കുറച്ചു മുൻപ് ഒരു പെൺകുട്ടി അനന്തൻ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. അവൾ മഹേന്ദ്രനുമായി ബന്ധമുള്ള പെണ്ണ. എന്നെ കണ്ട ഉടനെ അവൾ ഇറങ്ങി ഓടി. മഹേന്ദ്രൻ എന്നെ കണ്ടുപിടിക്കാൻ അവളെ നിയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ അനന്തനും അവളും തമ്മിലുള്ള ബന്ധമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഇതല്ല അവന്റെ കളികളാ. എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവനറിയാമല്ലോ. സ്നേഹം നടിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് നിന്നെ മഹേന്ദ്രന് ഒറ്റുകൊടുക്കാനാണ്. അതിന് മഹേന്ദ്രൻ നൽകുന്ന പ്രതിഫലോ വളരെ വലുതാ. അതൊരിക്കലും ഉണ്ടാവില്ല. എന്റെ മായെ നിനക്ക് ഇപ്പോഴും അനന്തരം മനസ്സിലായിട്ടില്ല. എന്തായാലും ഏതാനും നിമിഷത്തിനകം അവൻ ആളുകളുമായിട്ട് ഇവിടെ എത്തും. അപ്പൊ നീ മനസ്സിലാക്കും ഈ പാവപ്പെട്ട അപ്പൂന്റെ വില. പ്ലീസ് എന്നെ രക്ഷിക്കൂ. ഇപ്പോൾ അതിന് അപ്പൂന് മാത്രമേ കഴിയൂ. ശരിയാണ്. മായിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. എന്നെ സ്വീകരിച്ചില്ലെങ്കിലും ഈ അവസരത്തിൽ നിന്നെ ഞാൻ രക്ഷിക്കും. അപ്പോഴെങ്കിലും സ്നേഹത്തിന്റെ വില മായിക്ക് മനസ്സിലാവുമല്ലോ. വേഗം റെഡി ആയിക്കോളൂ, നമുക്ക് പോകാം. ഹലോ അപ്പുക്കുട്ടൻ. ഹലോ. എന്നെ മറന്നില്ല അല്ലേ? താങ്ക് യു. ഈ കുട്ടി ഇത് മായ. ഞാൻ പറഞ്ഞില്ലേ, മായ ഇരിക്കേ. ഞങ്ങളൊന്ന് സഹായിക്കണം. വിശ്വസിച്ച് വരുന്നവരെ പാറക്കാരൻ ഒരിക്കലും കൈവിടിഞ്ഞിട്ടില്ല. ഞാനിവിടെ തനിച്ചാണ്. നിങ്ങൾക്കിവിടെ സുഖമായി കഴിയാം. ആഹാ, മോനോ? ഗായത്രി ഇല്ലേ അമ്മേ? ഉണ്ടല്ലോ. മോളെ ഗായത്രി, ഏട്ടൻ വന്നിരിക്കുന്നു. ചേട്ടാ, ഞാൻ ചേട്ടനെ കാണാതിരിക്കായിരുന്നു. മായ അവിടെ ഒന്നും കാണുന്നില്ല. എവിടെ പോയെന്ന് ഒരു പിടിയില്ല. നീ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. മായ എനിക്ക് നേരത്തെ അറിയാം. എങ്ങനെ? ഞാൻ ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റിലെ മുതലാളിയുടെ മകളാണ് മായ. മായയുടെ ചേച്ചിയെ മഹേന്ദ്ര കൊല്ലുന്നത് കണ്ട ഒരേ ഒരാള് ഞാനാണ്. അയാളെ ഭയന്നാണ് ഞാനും അമ്മയും അവിടെ വിട്ടത്. ഏട്ടന്റെ വീട്ടിൽ വെച്ച് മായയെ കണ്ടപ്പോ എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ എവിടെ പോയതായിരിക്കും? ഞാൻ വരട്ടെ. ആരാ? ഞാൻ അപ്പുക്കുട്ടന്റെ പെങ്ങളാ. മായ ഒന്ന് കാണണമായിരുന്നു. വരൂ. എക്സ്ക്യൂസ് മീ. നീ എന്തിനോട് വന്നു? എന്റെ ചേച്ചിയുടെ ജീവിതം പൊളിച്ചത് നീയാണ്. ഇപ്പൊ നീ എന്നെ പിന്തുടരുകയാണ്. എന്നെ വെറുതെ വിടില്ലല്ലേ? മായ, എന്നെങ്കിലും സത്യം പുറത്തു വന്നല്ലേ മതിയാകൂ. മായ വിചാരിക്കുന്നത് പോലെയല്ല യാഥാർത്ഥ്യങ്ങൾ. നിങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് വന്നത് ജീവിക്കാൻ മറ്റു വഴിയില്ലാഞ്ഞിട്ടാണ്. അവിടെ മഹേന്ദ്രൻ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. മായയുടെ ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചു. സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് ജോലി രാജിവെക്കണമെന്ന് കരുതിയാണ് ഞാനിന്ന് വീട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നോണാ, എന്നെ മഹേന്ദ്രനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ നീ വന്നത്? ഞാൻ സ്നേഹിച്ച അനന്തനെയും നീ വശീകരിച്ചു. അനന്തൻ എന്റെ സഹോദരനാണ്. മായയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ചേട്ടൻ
മായെ ഹൃദയ തുല്യം സ്നേഹിക്കുന്നുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. ഇനി താമസിപ്പിക്കണ്ട. മായും ഞാനും തമ്മിലുള്ള വിവാഹം നാളെ തന്നെ നടത്തണം. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യാം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓ പ്ലീസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ, എന്താണ്? എനിക്ക് അപ്പുക്കുട്ടനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. നിങ്ങളൊരു നല്ല മനുഷ്യനല്ലേ, അതുകൊണ്ട് ഇതിന് കൂട്ടു നിൽക്കരുത്. മായക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. എന്നാ ഞാൻ പോയിക്കോട്ടെ. അയ്യോ, മായ അപ്പക്കുട്ടിനെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്. അവൻ വരാണ്ട് പോകുന്നത് ശരിയാണോ? മായ പോയി റെസ്റ്റ് എടുക്ക്. ഹലോ, മഹേന്ദ്രനല്ലേ? ആ, ഞാൻ വിൽസൺ പാറക്കാരൻ. നിങ്ങളുടെ ആ പെൺകുട്ടിയെ പിടിച്ചു തന്നാൽ ഈ വിൽസൺ പാറക്കാരൻ എന്ത് വരും? എന്തും തരില്ല. കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശമല്ലേ അവൾ. എനിക്ക് അധികമൊന്നും വേണ്ട, വെറും 1 കോടി. ആ, എങ്കിലും താമസിക്കണ്ട, എത്രയും പെട്ടെന്ന് പുറപ്പെട്ടോളൂ. അപ്പുക്കുട്ടനും മായും വിൽസൺ പാറക്കാരന്റെ വീട്ടിലുണ്ട്. അവർ ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഹലോ, തനിച്ചിരുന്ന് ബോറടിച്ചല്ലേ? അപ്പുവിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പാറക്കാരൻ അപ്പുവിനെ എന്നെ കെണിയിലാക്കിയിരിക്കുകയാണ്. അയാൾ മഹേന്ദ്രന് ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടു. മഹേന്ദ്രൻ ഇപ്പൊ ഇവിടെ എത്തും. സത്യമാണ് മായ പറയുന്നത്? അതെ, എത്രയും വേഗം രക്ഷപ്പെട്ടില്ലെങ്കിൽ മഹേന്ദ്രൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. വരൂ, നമുക്കിപ്പൊ തന്നെ അനുവിന്റെ അടുത്ത് പോകാം. കൊള്ളാം, വിൽസൺ പാറക്കാരന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ഇവളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ എനിക്കറിയാം. തുടങ്ങിക്കോ, ഞാൻ അങ്ങോട്ട് എടാ, നീ ഇവിടെ കിടന്ന് കിന്നാരം വയ്ക്കാതെ പുറത്തു പോയി അടിയടാ.
പറ്റിയ സാധനം തരാം. അവിടെ നില്ല ചൂല എന്റെ പാടും മൂത്രത്തെ മുക്കി ചൂല അടി പാറക്കാരാ, എന്റെ പണവും ബുദ്ധിയും ഉപയോഗിച്ച് നീ കാശുണ്ടാക്കി, എന്നിട്ട് നീ എന്നെ അടിച്ച് പുറത്താക്കിയല്ലേ? എടുത്തെടുത്തെടുത്തു പോടാ. ആളായിരുന്നോ? അപ്പു, എന്റെ പണി ഇപ്പൊ തീർന്നേനാ. തെമ്മാടിത്തരം കാണിച്ചിട്ട് പോക്കത്തിനും പറയുന്നു. എക്സ്ക്യൂസ് മീ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഹലോ. കൈവിടറേ എന്നെ കൂടെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ?